അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇതര മതങ്ങളെ അപേക്ഷിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അതിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം അതെല്ലാം ഏത് രീതിയിലായിരിക്കണം, എന്നായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അത് പൂർത്തീകരിക്കപ്പെടുകയും അത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പാകത്തിൽ പഠിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചോ ലോകത്തിന്റെ മുന്നേറ്റത്തിനനുസരിച്ചോ ഇസ്ലാമിലെ ഒരു കർമ്മവും ഒരു ആഘോഷവും ഒരു ആരാധനയും മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കേണ്ടതില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത. എന്നാൽ പൗരോഹിത്യം ഏതൊരു മതത്തെയും നശിപ്പിക്കുന്നത് പോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിൽ കയറിക്കൂടിയ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഇത്തിൽ കണ്ണികളായ പുരോഹിതന്മാർ ഈ മതത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആഘോഷങ്ങളെയും കാലത്തിനനുസരിച്ച് മാറ്റാനും മോഡിഫൈ ചെയ്യാനും തയ്യാറാകുന്ന ഒരു ദാരുണ കാഴ്ചക്കാണ് നാം ദിനേന സാക്ഷികളായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 1-ാം നമ്പർ ഉദാഹരണമാണ് നബിദിനാഘോഷത്തിന്റെ മറവിൽ വർഷാവർഷം ഇവന്മാരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളും കൂത്താട്ടങ്ങളും. നബിദിനാഘോഷത്തിന്റെ രൂപവും ഭാവവും ഓരോ വർഷവും അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കണ്ട രൂപത്തിലും ഭാവത്തിലും കോലത്തിലുമല്ല ഇപ്രാവശ്യം നബിദിനാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇത്തരം കൂത്താട്ടങ്ങൾക്ക് പല നാടുകളിലും നേതൃത്വം കൊടുക്കുന്നത് പലപ്പോഴും ഇസ്ലാമിക ശരീഅത്തുമായോ അതിന്റെ വിശ്വാസ ആചാരങ്ങളുമായോ യാതൊരു ബന്ധവുമില്ലാത്ത കേവലം മുസ്ലിം നാമധാരികൾ മാത്രമായ കുറെ ആളുകളാണ് പല നാടുകളിലും ഈ നബിദിനാഘോഷത്തിന്റെ മറവിൽ നടക്കുന്ന കൂത്താട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ അത്തരക്കാരെ തിരുത്തേണ്ട മത നേതൃത്വമാകട്ടെ അവന്മാർക്ക് വളം വെച്ചു കൊടുക്കുന്നു. ഇസ്ലാമിലെ ഏറ്റവും വലിയ ആരാധന 5 നേരത്തെ നമസ്കാരമാണ്. അങ്ങനെ നമസ്കാരത്തിന് പ്രോത്സാഹനം കൊടുക്കാത്ത ഈ മത നേതൃത്വം, നമസ്കരിക്കാത്ത ആളുകളെ തിരുത്താത്ത ഈ മത നേതൃത്വം, നിങ്ങൾ നമസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഈ നബിദിനാഘോഷം നടത്തിയാൽ മതി എന്നുള്ള പല്ലവിയാണ് ഈ സമുദായത്തെ ഇത്തരമൊരു ദുരന്തത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം. ആദ്യമായി ഇത്തരം വിഷയങ്ങളെ കുറിച്ച് മുത്തയടത്തുകാരൻ കാസിമി സംസാരിക്കുന്ന ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക. നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഈ സ്റ്റേജ് കിട്ടിയത് 25 വയസ്സിന്റെ ഭാര്യക്കാരാണ്. നിങ്ങൾക്കൊരു വർത്താനം അറിയോ? ഞാൻ ഈ റബീഉൽ അവ്വൽ 12 രാത്രി കൊല്ലങ്ങളായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ യാത്ര ചെയ്യും. ചിലപ്പോൾ അയാൾ ദ്വാരക്കാൻ പറയും, ചിലപ്പോൾ പരിപാടി ഉണ്ടായി തിരിച്ചു പോകും. ഞാൻ ഈ കാണുന്നൊരു അത്ഭുതകരമായ കാഴ്ച എന്താണെന്നറിയോ? എനിക്ക് അത്ഭുതമാണ് ഇപ്പോഴും. അന്ന് നമ്മൾ ഈ 5 വക്ത് നിസ്കരിച്ചും ജമാഅത്തും മറ്റതും ഒക്കെ നടക്കണം, നമ്മളൊക്കെ പെരി പോയി കടന്നുറങ്ങി. അതേ സമയത്ത് അങ്ങാടിയുള്ള പിള്ളേർ നേരം വെളുക്കുന്നവരെ അവര് തോരണം കെട്ടിയും തൂക്കിയും ഒരു ജമാഅത്തിനൊന്നും പോലും ഉണ്ടാവും. ആകെ ഒരു പണി എന്നുള്ളത് ഓർക്കത് മതിയാകൂടോ? ഓരെന്തിനാ അത് ചെയ്തത്? ഇബ്നു തൈമിയ്യ പോലും പറയുന്നുണ്ട്, അവന്റെ ഉദ്ദേശം നല്ലതാണ്. അവൻ ബഹുമാനിച്ചത് ആരെയാ? സുൽത്താനെയാണ്. മതിയാകൂന് ഓൽക്കത് മതിയാകൂലടോ. ഓൽക്കത് മതിയാകൂന്നുള്ള തീരുമാനിക്കല് തന്നെ. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് കർമ്മങ്ങളിൽ നമസ്കാരം. ആ നമസ്കാരം ഇങ്ങനെ ഒഴിവാക്കിയാണ് തെണ്ടി തിരിഞ്ഞടക്കുക, നേരം പൽക്കോളം തോരണം തൂക്കി റോഡ് മകർന്ന് ചാടിക്കളിച്ച എന്നിട്ട് പലപ്പോഴത്തെ ഒരുത്തം പറയാം ഓൽക്കത് മതിയാകൂടോ. എവിടുന്നൊക്കെ തീം പിടിച്ചത്? എന്റെ ഒക്കെ പിന്നിലുള്ള ഈ കൗമാണി നിരക്കുണ്ട്, എങ്ങനെ നന്നാവാനാണ്? ഇതിന് മൂപ്പര് പറയാണ്, മൂപ്പർക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ അത്ഭുതം. എന്താ അത്ഭുതം? നമ്മളെപ്പോലത്തെ ആൾക്കാർ 5 നേരത്തെ നിസ്കാരവും ജമാഅത്തൊക്കെ കൃത്യമായി നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയി കൊടുന്നുറങ്ങുന്നു. പിന്നെ താൻ റോട്ടുമകര് ചാടി കളിക്കണം. നിസ്കാരം ജമാഅത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ ദിവസം വീട്ടിലൊന്നും പോകാതെ കെട്ടിയാളി നോക്കാതെ റോട്ടുമകര് തല കുത്തി മറിയ. അപ്പൊ നമ്മളൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങും. എന്നാൽ അങ്ങാടിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെടുക്കുന്ന ഈ ചെക്കന്മാരുണ്ടല്ലോ, ഈ നബിദിനാഘോഷത്തിന് വേണ്ടി ചാടി കളിക്കണ ഈ കൗമ്, ഓർക്ക് ജമാഅത്തുമില്ല, 5 നേരത്തെ നിസ്കാരമില്ല, ഓര് തോരണം തൂക്കി ഇങ്ങനെ നടക്കുകയാണ്. ഓർക്കത് മതിയാകൂടോ? എന്തുകൊണ്ടാണ് ഓരോ ചെയ്യുന്നത്? നബിയോടുള്ള സ്നേഹം, ആ ബഹുമാനത്തിന്റെ അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഓൽക്കത് മതിയാകുന്നു തന്നെ. അങ്ങനെയാണോ കാര്യങ്ങള്? ഈ റഹ്മത്തുള്ള എന്റെ ബാപ്പ പറഞ്ഞതൊന്നും കേൾക്കാതെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്.
ഒരു കാര്യം കേൾക്കാതെ തന്നെ തിരിഞ്ഞിറക്കാണ്. ബാപ്പ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യൂല, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും, ഇരിക്കടാന്ന് പറഞ്ഞാൽ നീച്ചുപ്പായും. അങ്ങനെ ബാപ്പ പറഞ്ഞതിനൊക്കെ നേരൊക്കെ എതിര് ചെയ്തിട്ട് ബാപ്പാന്റെ ബർത്ത്ഡേ വരുമ്പോ ഇന്റെ ബാപ്പ സിന്ദാബാ എന്നിട്ട് അങ്ങാടി കൂടി ഇങ്ങനെ തോരണം കെട്ടിയിട്ട് പ്രകടനം വിളിച്ചാല് എനിക്കത് മതിയാകൂടോ എന്ന് റഹ്മത്തുള്ളാന്റെ ബാപ്പ പറയായിരിക്കും. പക്ഷെ ഇസ്ലാമിന്റെ നിയമം അങ്ങനല്ല. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് നമസ്കാരം. അതൊന്നും നിസ്കരിക്കാതെ അതൊന്നും നടപ്പിലാക്കാതെ അങ്ങനെ തെണ്ടി തിരിഞ്ഞെടുക്കുക. എന്നിട്ട് അതിന് സപ്പോർട്ട് ചെയ്യാൻ പലപ്പോഴത്തെ ആൾക്കാരും പരിശുദ്ധ ഇസ്ലാമിലെ ആരാധനകളിലെ ഒന്നാമതായ നമസ്കാരം ഒഴിവാക്കിയിട്ട് ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയിട്ട് അതൊന്നും ചെയ്യാതെ റോട്ടുമ്പോ കിടന്നിട്ട് തോരണം തൂക്കലാണ് അവിടെ നബി സ്നേഹം തന്നെ. നിങ്ങൾ ചന്തിയാകാതെ മൂത്ത് പോയിട്ടാണ് എന്താ കാര്യം? നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് ചന്തിയാക്കുക എന്നുള്ളത്. മലമൂത്ര വിസർജനം ചെയ്ത് കഴിഞ്ഞാല് അതൊന്നും ചെയ്യാതെ നല്ല വൈറ്റ് ഡ്രസ് ഇട്ട് ഇടന്നിട്ട് ഇങ്ങനെ കുട്ടിക്കൂറ പൗഡർ കക്ഷത്തിൽ കൊട്ടിയിട്ട് കാര്യമുണ്ടോ? നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. പിന്നെ മറ്റുള്ള കാര്യം സുന്നത്തോ ബിദഅത്തോ വേറെ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ഉമ്മന്റെ അഭിപ്രായം എങ്ങനെയാണ് എന്നാ ഈ സമസ്തിപ്പെട്ട വേറെ പണ്ഡിതം പറഞ്ഞു കേട്ടോളിയും. ഫർളായ നിസ്കാരം കളാക്കരുത്, അതും വേണം പറയാം. കഴിഞ്ഞ റബീഉൽ അവ്വലൊക്കെ ബൾബും മാലിയും മൗലൂദൊക്കെ ജോറാണ്, പക്ഷെ നിസ്കാരം ബാക്കിലാണ്. ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറയണ്ട, നിസ്കാരം ബാക്കിലാണ്. ചില ആളുകൾ പള്ളിയിൽ വന്നിട്ട് ബൾബ് എങ്ങനെയാണ് തൂക്കും, ജമാഅത്ത് അവിടെ അടക്കണ്ടാവും, അതിൽ പങ്കെടുക്കൂല. അത് കഴിഞ്ഞാൽ കയറിയിട്ട് നിസ്കരിക്കില്ല. അപ്പം ബൾബ് ഒന്നായിട്ട് തൂക്കിയിട്ട് പോയിട്ട് പരി പോയിട്ട് തിന്നിട്ട് മൂക്കറ്റം വീർപ്പിച്ചിട്ട് കിടന്നുറങ്ങാണ്. ഒക്കെ റസൂലുള്ളാഹിനുള്ള സ്നേഹമാണ് അല്ലേ? അതിന് റസൂലുള്ളാഹിനോട് സ്നേഹം എന്ന് പറയില്ല, മാല ബൾബിനോടുള്ള സ്നേഹം എന്ന് പറയാം. ഞാൻ റബീഉൽ അവ്വലിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു 3-3:30 മണിക്ക് ഒരു മഹല്ലില് ഒരു മദ്രസ ഗ്രൗണ്ടിൽ കുറേ ആളുകൾ ഇങ്ങനെ അടുപ്പത്ത് ചൂടെടുത്തിട്ട് ചില ആളുകൾ ഉള്ളി മുറിക്കുന്നത്, കണ്ണിന് വെള്ളം ഒഴുകുന്നത്, ചില ആളുകൾ അടുപ്പത്ത് തീജ്വാലയുടെ ആ ഉഷ്ണം സഹിച്ച് ചൂട് സഹിച്ചിട്ട് എന്തൊക്കെയോ പണിയെടുക്കുന്നത്. വണ്ടി നിർത്തിയിട്ട് പോയി സലാം പറഞ്ഞ് എല്ലാവരും കൂടി ഇരുത്തിയിട്ട് ഒരു കട്ടൻ ചായക്ക് വെച്ച് തന്ന് എനിക്കിങ്ങനെ അവർക്ക് ദ്വാരം കൊടുക്കാനുള്ള ഒരു താല്പര്യം. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ഇരുത്തം തുടങ്ങിയിട്ട് എത്രയെന്ന് വെച്ച്. ഒരാൾ പറഞ്ഞ് അസർക്ക് വന്നിക്കണ പറഞ്ഞു, ഒരാൾ പറഞ്ഞ് മാരിബുക്ക് വന്നിക്കണ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ അസറും മാരിബൊക്കെ എവിടെ നിന്നാണ് നിസ്കരിച്ച് വെച്ച്. അപ്പം എന്നോട് പറഞ്ഞു 4 ദിവസമായിട്ട് നിസ്കരിച്ചില്ല, നബിദിനം കഴിഞ്ഞിട്ട് നിസ്കരിക്കാന്ന് വെച്ചാന്ന് പറഞ്ഞു. ഇതും സമസ്തിപ്പെട്ടൊരു പണ്ഡിതനാണ്. അപ്പൊ ഇയാൾ നട്ടപ്പാതിരക്ക് ഓരോ പരിപാടിയും കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനത്തെ ടീമിനെ കാണാറുണ്ട്. അത്രേ എന്ത് നബിദിനത്തിന് ഇങ്ങനെ 3-4 ദിവസമായിട്ട് തോരണം തൂക്കിയിട്ട് അതിന്റെ എല്ലാ പരിപാടികളും സ്റ്റേജ് കെട്ടിയിട്ട് നബിനെ സ്നേഹിക്കാനുള്ള അലച്ചോണ്ട് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞെടുക്കുന്ന ചെക്കന്മാരെ കാണലുണ്ട്. അപ്പൊ ഓൾക്ക് ജമാഅത്തും ഇല്ല, നിസ്കാരമില്ല, ഒന്നുമില്ല. എന്നിട്ട് ഇയാൾ എന്താ പറഞ്ഞത്? ഓൾക്കത് മതിയാകൂടോ എന്ന് ഇയാൾ പറഞ്ഞത്. പറ്റൂല എന്നാ പറഞ്ഞത്. നിങ്ങളെ മുമ്പിലിരിക്കുന്ന ഈ കൗമിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഓരോ സമയത്തും ഓരോന്ന് അങ്ങനെ വിളിച്ചു പറയുന്നേ. നിങ്ങൾക്ക് എന്ത് ഇസ്ലാമിനോട് എന്ത് കൂറാനുള്ളത്? ഇങ്ങനെ കയറൂരി വിട്ടു ഈ സമുദായത്തിന്. എന്നിട്ടുപോലെ നബിസ്നേഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങൾ ഓരോ വർഷവും ഓരോ കോലത്തിലും ഓരോ രൂപത്തിലും ഓരോ ഭാവത്തിലുമാണ്. മനസ്സിലായോ? ഇപ്പൊ കുറച്ചു കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് സകലമാന പള്ളികളും മദ്രസകളും ക്രിസ്ത്യൻ പള്ളികളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ലൈറ്റുകൾ തൂക്കുക, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ലൈറ്റുകളെ കൊണ്ട് അലങ്കരിക്കുക. ഇതെന്ത് വന്നതാ? ഏതാനും വർഷങ്ങളായിട്ട് 3-4 വർഷമായിട്ടുള്ളൂ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇവരുടെ തന്നെ തലമുതിർന്ന പണ്ഡിതനായ ഇവരൊരു വലിയാണ് എന്ന് വിശ്വസിക്കുന്ന അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹം എന്താ പറഞ്ഞത് കേട്ടോളി. വ്യാപിച്ചിരിക്കുകയാണ്. പള്ളികൾക്ക് ആകെ ലൈറ്റുകൾ മൂടിയിരിക്കുക. എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന അടയാളം തോന്നിപ്പോണ്. പള്ളി വീടുകൾ കംപ്ലീറ്റ് ലൈറ്റ് ഇതൊക്കെ മുസ്ലിം ആചാരമല്ല എന്ന് മനസ്സിലായി. ആ മുസ്ലിം അവരാണ് സീനെ ആരാധിക്കുന്ന വെളിച്ചത്തിൻ്റെ ആരാധിക്കുന്ന അത് നമ്മൾ പങ്കെടുക്കരുത്. അന്ന് നല്ലത് ആവശ്യത്തിനൊക്കെ താല്പര്യം, അനാവശ്യമായിട്ടൊന്നും ചെലവാക്കാൻ പറ്റും. ഇതൊക്കെ മനസ്സിൽ നമ്മൾ ചോദ്യം ചെയ്യുന്ന പരിപാടി വെറുതെ വിടൂല. എഴുതാൻ ശ്രദ്ധിക്കണം. വിശ്വനാണ് എന്താ പറഞ്ഞത്? നമ്മളെ നാടുകളിൽ ഈ പള്ളികളൊക്കെ ലൈറ്റ് കൊണ്ടുകൊണ്ട് അലങ്കരിക്കുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇത് മുസ്ലിങ്ങളുടെ ആചാരമല്ല, ഇത് ദീന ആരാധിക്കുന്ന ആളുകളുടെ ആചാരമാണ്. ഇത് ലോകാവസാനത്തിന്റെ അടയാളങ്ങളാണ്. പറയുന്നത് വഹാബില്ല ഖുറാഫി. ഇതാരെയും പറയുന്നത് അറിയോ? അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയാണ് എന്ന് ഇവർ വിശ്വസിക്കുന്ന ആളാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിന്റെ നിരവധി കറാമത്തുകൾ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. ആ അത്തിപ്പറ്റ ഉസ്താദാണ് ഈ പറയുന്നത് ഇത് ശരിയായ നിലപാടല്ല, ഇത് ചെയ്യാൻ പാടില്ല. ആര് കേൾക്കാനാണ്? അത്തിപ്പറ്റ ഉസ്താദല്ല, അള്ളാന്റെ റസൂൽ പറഞ്ഞ പോലെ കേൾക്കോ? റസൂൽ ഇപ്പൊ ജീവനോടെ പോലെ മുമ്പിൽ എന്നിട്ട് ഇന്റെ പേരൊന്നും ചെയ്യടി കൗമേ എന്ന് പറഞ്ഞ പോലെ കേൾക്കോ? അങ്ങനെ വരുന്ന ആളെ വിശ്വാസം അങ്ങനെ പറഞ്ഞാൽ കേൾക്കൂല. അത്തിപ്പറ്റ ഉസ്താദിന് പോയി പണിയാക്ക. ഇതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഇവിടെ നബിനെ ഏത് കോലത്തിൽ സ്നേഹിക്കണം, ദീനിന്റെ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം, ദീനിന്റെ പേരിൽ എങ്ങനെയൊക്കെ കൂത്താടണം, എങ്ങനെയൊക്കെ കോമരം തുള്ളണം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് കൗമിന്റെ ധാരണ. ഞങ്ങളെ തീരുമാനത്തിനൊപ്പം നിങ്ങൾ നിന്നോ, ഇത് നിങ്ങൾക്ക് പോയി പണി നോക്കാം.
ഇത് പേടിച്ചിട്ടാണ് ഈ കൗമിനൊപ്പിച്ച് ഫത്വ ഉണ്ടാക്കി കൊണ്ടു നടക്കുന്നത് ഈ പുരോഹിതന്മാരെ. മനസ്സിലായോ? പണ്ട് കാളവിട്ട് കണ്ടത്തേക്ക് കാളനിറക്കിയല്ലോ, കാളനിറക്കിയപ്പോ കാള ഓടണില്ല, അനങ്ങാതെ നിൽക്കാണ്. അപ്പൊ കാളകൂട്ടുകാരൻ കാളയുടെ ആസനത്തിൽ ഒരു കാന്താരി മുളകാണ് തേച്ചു കൊടുത്തു. ഉടനെ വേദന സഹിക്കാൻ വയ്യാതെ, നീറ്റിൽ സഹിക്കാൻ വയ്യാതെ കാള പാഞ്ഞു എന്നാണ്. പാഞ്ഞു നോക്കുമ്പോ കൂട്ടുകാരന് ഒപ്പത്താൻ പറ്റണില്ല. അപ്പൊ എന്ത് ചെയ്തു? സ്വന്തം ആസനത്തിന് 2 ഗുണ്ടുമുളകാണ് തേച്ച് പൊട്ടിച്ചിട്ട് എന്നിട്ട് കാളന്റെ പിന്നാലെ പാഞ്ഞു. പോയല്ല കാളെ, ഞാനും ഉണ്ട് എന്റെ പിന്നാലെ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഗതിയാണ് ഇന്ന് സമസ്തന്റെ പുരോഹിതന്മാർക്ക്. കൗമ ആദ്യം ഇതിൽ ഇളകാതെ നിന്നു. അപ്പൊ കൗമിനെ ഇളക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത ഫത്വയാണ് കൊടുത്തു. നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നബിനെ സ്നേഹിച്ചാ മതി. അസ്ഹാബുൽ കൗഫിന്റെ നായ നിസ്കരിച്ചിട്ടാണോ വഹാബി സ്വർഗത്തിൽ പോയത് എന്ന് നീട്ടി മുക്കി മൂളി പറഞ്ഞെടുത്തു. അത് കേട്ടതും നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, മാധ്യപിച്ച് നടക്കുന്ന എല്ലാ അലവലാദികളും തമ്മാടികളും നബിന്റെ പേരിൽ റോട്ടുമ കിടന്ന് കൂത്താടാൻ തുടങ്ങി. കൂത്താടി ഇപ്പൊ കൗമിനെ ഇവർക്ക് പിടിച്ചാ കിട്ടണില്ല. അപ്പൊ കൗമിനൊപ്പിച്ച് ഫത്വ കൊടുത്ത് പായന്നെ. അതാണ് ഈ കാസിമി അടക്കമുള്ള അരപ്പിരി ലൂസന്മാരുടെ ഈ പ്രസംഗം. എന്ത് ഓലായിരിക്കും നമ്മളെ നമസ്കാരത്തിനേക്കാളും, നമ്മളെ ജമാഅത്ത് നമസ്കാരത്തെക്കാളൊക്കെ ഓല ചെയ്ത പ്രവൃത്തിയാണ് ഏറ്റവും വലിയ സംഗതി എന്ന് പ്രസംഗിക്കാൻ കാരണം കൗമിനെ മോട്ടിവേഷൻ ചെയ്യാണ്. എങ്ങനെയാണ് കൗമ് നന്നാകുക? അപ്പൊ കൗമെന്ത് ചെയ്യും? പുരോഹിതന്മാരെ കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ പിന്നാലെ നിർത്തിക്കൊണ്ട്. ഇപ്പൊ കൗമാണ് മുമ്പിലിട്ടോ, പുരോഹിതന്മാരെ പോലെ പിന്നിലാണ്. ഇത്രയും കാലം എങ്ങനെയായിരുന്നു? സമുദായത്തിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് ഞങ്ങളാണ് എന്നായിരുന്നു ഈ പുരോഹിതന്മാരുടെ വെപ്പ്. ഇപ്പൊ സാധാരണക്കാർ നയിക്കും, പിന്നാലെ കൂടാ. ഇതാണ് അവസ്ഥ. ഇപ്പൊ ഓരോ കൊല്ലം ഓരോ രീതിയിലും ഓരോ കോലത്തിലുമാണ്. ഇപ്പൊ കണ്ടില്ലേ ഏറ്റവും വലിയ ദുരന്തം? ഇപ്രാവശ്യം നബിദിനാഘോഷവും ഓണവും ഒരുമിച്ചാ വന്നത് ഒരു ദിവസം. അപ്പതാ പുതിയ ട്രെൻഡ്, നബിദിനാഘോഷത്തിൽ മാവേലി, നബിദിന റാലിയിൽ മാവേലി, എന്നിട്ട് മുസ്ലിയാക്കന്മാരും കുട്ടികളും ദഫുമുട്ടി സ്വീകരിക്കുന്നു മാവേലിയെ. ഇപ്രാവശ്യത്തെ കണ്ട കാഴ്ചയാണ്, കണ്ടോളി. എന്താണോ ഈ കാണുന്നത്? എന്താണോ ഇസ്ലാമിന്റെ അടിത്തറ? തൗഹീദാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പ്രബോധനം ചെയ്യാൻ വന്നത് എന്താ? തൗഹീദ, ഏകദൈവ ആരാധന, ഏകദൈവ വിശ്വാസം. ആ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചാടിക്കളിക്കാണ്. എന്നിട്ടോ അതിൽ ശിർക്കിന്റെ ആചാരങ്ങളും ചിഹ്നങ്ങളും. മനസ്സിലായോ? എന്തെന്ത് വിസ്നേഹങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പോ പല സ്ഥലങ്ങളിൽ പ്രാവശ്യം സംഭവിച്ചു. സഹോദരങ്ങളെ, ഇതിലും വലിയ ദുരന്തത്തിന് ഈ സമുദായം ലോകാവസാനത്തിന് മുമ്പ് സാക്ഷിയാകേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി ആലോചിച്ച് നോക്കാൻ നിങ്ങള്, ഇപ്രാവശ്യം നബിദിനവും ഓണവും ഒരുമിച്ചാ വന്നത്. ഇത് കറങ്ങിത്തിരിഞ്ഞ് ഓണവും നബിദിനവും ക്രിസ്മസും ഒരുമിച്ച് വന്നുള്ള അവസ്ഥ എന്താ ആലോചിച്ച് നോക്കാൻ നിങ്ങള്? അങ്ങനെ വരാലോ? കാരണം മൂന്ന് മാസത്തിലാണ്. നബിദിനാഘോഷം അറബ് മാസത്തിലാണ്, ഓണാഘോഷം മലയാള മാസത്തിലാണ്, ക്രിസ്മസ് ഇംഗ്ലീഷ് മാസത്തിലാണ്. ഇത് കറങ്ങിത്തിരിഞ്ഞ് ഒരുമിച്ച് ഒരു ദിവസം കാണും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ദുരന്തങ്ങളും എന്തെല്ലാം കോപ്രായങ്ങളും ഈ സമുദായം കാണേണ്ടി വരും. നബിദിനാഘോഷ റാലിയിൽ കുടവയറും തടവി മാവേലി, തൊട്ടടുത്ത് ഉണ്ണിയേശു. എന്നിട്ട് ഓലിങ്ങനെ റാലി നടത്തിക്കാണ്ട് ഇങ്ങനെ വരിക. കുട്ടികൾ ദഫുമുട്ടി സ്വീകരിക്കുന്നു, പള്ളിയിലെ ഉസ്താദുമാരും മുസ്ലിയാക്കന്മാരും ബൈത്ത് ചൊല്ലി സ്വീകരിക്കുന്നു. നമ്മളെ മാവേലിയും കൂടെ ഉണ്ണിയേശുവും ഒന്നായി മൗലായ സ്വല്ലി വസാ. ഇതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ഇവിടെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്താണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ പറയുന്നത് മതസൗഹാർദ്ദം പൂത്തുലയാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഉമ്മാരുടെ അഭിപ്രായം. ഇവിടെ ഇസ്ലാമിലുള്ള മനുഷ്യ സൗഹാർദ്ദമാണ്. ഒരു മനുഷ്യൻ തന്റെ അയൽവാസി, ഏത് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും, അവന്റെ മാനുഷികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. അവൻ പട്ടിണി കിടക്കേണ്ട ഭക്ഷണം കൊടുക്കണം. അവൻ രോഗിയാണെങ്കിൽ മരുന്ന് വാങ്ങി കൊടുക്കണം. അവനെ സാമ്പത്തികമായി സഹായിക്കേണ്ട അവസരത്തിൽ, ശാരീരികമായി സഹായിക്കേണ്ട അവസരത്തിൽ അവനെ സഹായിക്കണം. അവനോട് അനീതി ചെയ്യരുത്, അക്രമം ചെയ്യരുത്. ഇതാണ് ഇസ്ലാമിലെ മനുഷ്യ സൗഹാർദ്ദം. അല്ലാതെ മതങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും പരസ്പരം പങ്കുവെക്കൽ ഇസ്ലാമിലില്ല. മനസ്സിലായോ? നിങ്ങൾ ഇക്കോലത്തിൽ മതസൗഹാർദ്ദം പൂത്തുലയാൻ വേണ്ടി ഇങ്ങനെ തെരുവ് കിടന്ന് കൂത്താടുമ്പോൾ ചീഞ്ഞറിയുന്നത് ഇസ്ലാമിന്റെ മഹത്തായ തൗഹീദിന്റെ ആദർശമാണ്. എന്ത് തൗഹീദ് കോമിന്? ഈ കോമിന് എന്ത് ശിർക്ക്? ഇത് ഈ സമുദായത്തിന് ഈ പുരോഹിതന്മാര് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞാൽ തൗഹീദാണ് എന്നും ഏറ്റവും വലിയ തിന്മ ശിർക്കാണെന്നും ഈ കൗമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ആ കൗമിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മുസ്ലിയാക്കന്മാരുടെ കാര്യലാഭത്തിന് വേണ്ടി ഇവർ കാലാകാലം കൗമിനെ ദുരുപയോഗം ചെയ്തില്ലേ പരിചയമുള്ളൂ.
എടോ, ഇസ്ലാമിക വിശ്വാസത്തിനും ആരാധനക്കും ആഘോഷത്തിനും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം ഒരു ചിട്ടവട്ടമുണ്ട്. മനസ്സിലായോ? ഒരു മനോഹാരിതയുണ്ട്, ഒരു കുത്തും കോമയുമുണ്ട്, പരിധിയും പരിമിതികളുമുണ്ട്. അതിനപ്പുറം പേര് ചാടി കടക്കാൻ ഒരു പുരോഹിതനും അധികാരമില്ല. ഇത് പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. അള്ളാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇനി ഇതിലൊന്നും കൂട്ടിച്ചേർക്കാനില്ലാതെ വെട്ടിച്ചുരുക്കാനില്ലാതെ പൂർത്തീകരിച്ച് ഫുൾ സ്റ്റോപ്പ് ഇട്ട മതാണിത്. ആ ഫുൾ സ്റ്റോപ്പ് മാറ്റിയിട്ട് അവിടെ കോമാക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാലക്രമേണ ഓരോന്ന് കൂട്ടാനും കുറക്കാനും വെട്ടാനും തിരുത്താനും ഈ മതത്തിൽ പറ്റില്ല. ഈ മതത്തിന്റെ പുറത്തു പോയി ചെയ്തോ, ഇതിനുള്ളിൽ ചെയ്യാൻ പറ്റൂലത്. മനസ്സിലായോ? അപ്പൊ സഹോദരങ്ങളെ, കൗമിനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഒക്കെ വഷളാക്കുന്നത് ഈ മതപുരോഹിതന്മാരാണ്. ഈ മതമേലങ്കി അണിഞ്ഞ, ഈ വെള്ള വസ്ത്രമണിഞ്ഞ, മനുഷ്യക്കോലം കെട്ടി ഈ പുരോഹിതന്മാരുണ്ടല്ലോ, പുരോഹിത പിശാചുക്കൾ, ഇവന്മാരാണ് ഈ കൗമിനെ വഷളാക്കിയത്. എങ്ങനെയാണോ നബിദിന റാലിയിൽ മാവേലിനെ കൊണ്ടുവരാതിരിക്കുക? കാരണം മാവേലി നമ്മളാളാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. കേട്ടോളി, ഓണം കേരളക്കാരന്റെ മൊത്തമുള്ള ആഘോഷമാണ്. വാസ്തവത്തിൽ അത് മുസ്ലിമീങ്ങൾ കൂടുതൽ ആഘോഷിക്കണം എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഈ ഓണം കഴിക്കുന്നതിന്റെ പിന്നിലുള്ള ഐഡിയ, മാവേലി വർഷത്തിലൊരിക്കൽ പാതാളത്തുനിന്ന് പിളർന്ന് ഭൂമിയിലുള്ള അടിയാറുകളെ കാണാൻ വരുന്ന ദിവസമാണ് തിരുവോണം. ആരാണ് ഈ മാവേലി എന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ മാവേലിയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണ്ടേ? വെറുതെ പറയല്ല. ഇന്ത്യയിൽ നിന്ന് അഥവാ കേരളത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട് വിശ്വസിച്ച് മുസ്ലിമായി സ്വഹാബത്ത് എന്ന ക്രെഡിറ്റിന് അവകാശപ്പെടുന്നത് 5 ആളാണ്. ഒന്നാമത്തെ ആള് ബഹുമാനപ്പെട്ട ചേരമാൻ പെരുമാൾ ചക്രവർത്തി, പിൽക്കാലത്ത് പേരുമാറിയ താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാമത്തെ ആള് കണ്ണൂർ രാജ്യം ഭരിച്ചിരുന്ന ശ്രീദേവിയുടെ മകനായ കോഹിന്നൂർ രാജാവായ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച് മുസ്ലിമായ ഷെയ്ഖ് മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹുവാണ്. രണ്ടാളുടെ പേര് ഇപ്പൊ ഞാൻ പറയുള്ളൂ, ബാക്കി പിന്നെ പറയും. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹു തന്റെ അമ്മാമനായ ചേരമാൻ പെരുമാൾ താജുദ്ദീൻ എന്നവരുടെ മരണത്തിന്റെ ശേഷം കേരളത്തിൽ വരികയും കണ്ണൂരിൽ താമസിക്കുകയും ചെയ്തു. കണ്ണൂരില് താന എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം താമസിച്ചത്. താന. അക്കാലത്ത് തന്റെ അമ്മയായ ശ്രീദേവി അവിടെ രാജ്യം ഭരിക്കുകയായിരുന്നു. ആരാണ് ശ്രീദേവി? ചേരമാൻ പെരുമാളുടെ പെങ്ങള്. ശ്രീദേവിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലാൻ മുസ്ലിമായ സഹാബിയായ മുഹമ്മദ് അലിക്ക് ഒരു വിഷമം തോന്നി. അങ്ങനെ കുറച്ചു കാലം അവിടെ താമസിച്ചു. ആ ഇടയ്ക്ക് ശ്രീദേവി മരിച്ചുപോയി. മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായി രാഷ്ട്രത്തിന്റെ ഭരണാധികാരം, കണ്ണൂരിന്റെ ഭരണാധികാരം, താനയുടെ ഭരണാധികാരം മുഹമ്മദ് അലി റളിയല്ലാഹു അൻഹുവിൽ വന്നുപെട്ടു. ആ ഭരണം വളരെ സത്യസന്ധമായ നിലക്ക് അദ്ദേഹം ഭരണം നടത്തിയതായി കാണാം. ഈ മുഹമ്മദ് അലിയാണ് മാവേലിയായി തീർന്നത്. എങ്ങനെ മുഹമ്മദ് അലി എങ്ങനെ മാവേലിയായത്? ഇപ്പൊ നമ്മുടെ രാജ്യത്ത് അപ്പൊ ഈ വി കെ പടിയിൽ തന്നെ മുഹമ്മദ് അലി എന്ന് പേരിട്ട ആളങ്ങൾ എങ്ങനെ വിളിക്കുന്നത്? മുഹമ്മദ് അലി, മുഹമ്മദ് അലി, മുഹമ്മദ് അലി, അങ്ങനെയാ പേര്. മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും, അലി എന്ന് അലിയാർ തങ്ങളുടെ 2 പേരും കൂടി പകലബക്ക് പോലെ മുറക്കബാക്കിയിരിക്കുക. മുഹമ്മദ് അലി രണ്ടാളുടെ പേരാണ്. ഇത് നമ്മുടെ രാജ്യത്ത് എത്ര ശൈലിയിലാണ് വിളിക്കുന്നത്? മുഹമ്മദ് അലി, അത് മോമാലി, മയമാലി, മമ്മാലി, മഹമ്മദാലി, പല ശൈലിയിലല്ലേ വിളിക്കുന്നത്. മുഹമ്മദ് അലി എന്ന് വിളിക്കല് അറബികൾക്ക് മാത്രമേ സാധിക്കൂ. മലയാളി അങ്ങനെ ലഫ്ദ് വിളിക്കാറില്ല. മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ വിളിക്കില്ല. പിന്നെ ഹിന്ദുക്കളുടെ കാര്യം പറയണ്ടോ? അവര് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ മുഹമ്മദ് അലി എന്നുള്ള ഒരാൾ വരുന്നത്. അവർക്ക് മുഹമ്മദ് അലി എന്നൊന്നും പറയാൻ കിട്ടൂല. അവരും മോമാലി എന്ന് വിളിച്ചു, ചിലര് മാമോലി എന്ന് വിളിച്ചു. ആ മുഹമ്മദ് അലി മാമോലി, മാമേലി, മാവേലി ആയി തീർന്നു. അങ്ങനെയാണ് മാവേലി ഉണ്ടായത്. അപ്പൊ അങ്ങനെയാണ് മാവേലി ഉണ്ടായത് എന്ന് ബഹുമാനപ്പെട്ടുപോയ മുള്ളൂർക്കരക്കാരൻ ഈ ചരിത്രകാരൻ പറയുന്നു. ഇത് ഏതാ സാധനം എന്നറിയോ? മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി ആദ്യകാലത്ത് മർക്കസിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ്. അതായത് മൂത്ത സഖാഫിയാണ് നൃത്തം. അപ്പൊ പിന്നെ മൂത്ത വിവരക്കേടെ പറയുള്ളൂ. അപ്പൊ മാവേലി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കേണ്ട ആളല്ല, അത് നമ്മളെ ആൾ തന്നെയാണ്. മാവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റളിയല്ലാഹു അൻഹു ചെല്ലണം. മൗലാന മാവേലി. ഇനി അടുത്ത കൊല്ലം മുതൽ ഇതൊക്കെ നടപ്പിലാക്കിയിട്ട് ഇവര് മാവേലിന്റെ പേര് കേൾക്കുമ്പോ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നൊക്കെ പറയുമായിരിക്കും. എന്നിട്ട് ചരിത്രം പറയുകയാണ്. എന്താണ്? ചേരമാൻ പെരുമാളിന്റെ പെങ്ങളായ ശ്രീദേവി. അങ്ങനെ ചേരമാൻ പെരുമാളിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ച രണ്ടാമനായ ഇച്ചങ്ങായി ഇയാള് തിരിച്ചു വന്ന് മുഹമ്മദ് അലി എന്ന് പേരിട്ടിട്ട് തിരിച്ചു വന്ന് ശ്രീദേവിനെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ശ്രീദേവിയെ കാണാൻ വേണ്ടി പോയപ്പോ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞതുപോലെ, എന്ന ഐതിഹ്യം പോലെ ഈ മുഹമ്മദ് അലിയെ ശ്രീദേവി തലയിലേക്ക് ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി എന്ന് പറയാത്തത് ഭാഗ്യം.
ഏതായാലും ശ്രീദേവിയുടെ മരണശേഷം മുഹമ്മദ് അലി രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്തു. അതോടുകൂടി മൂപ്പര് നീതിമാനായ രാജാവായി. നീതിമാനായ രാജാവായപ്പോ ജനങ്ങൾക്ക് ഒരു വിലയില്ല. ജനങ്ങൾ പിന്നെ ഇങ്ങനെ നാട്ടിലുള്ള മൈമാലിയാക്കാനെ വിളിച്ചിട മാറി ആ മുഹമ്മദ് അലി എന്നുള്ള പേര് ലോപിച്ച് ഇങ്ങനെ മമ്മാലിയായി മാറി. മമ്മാലി മാമോലിയായി മാറി. മാമോലിയാണ് പിന്നെ മാവേലിയായി മാറിയത്. ഒന്ന് ആലോചിച്ച് നോക്കെ. ഇതിൽ ചരിത്രത്തിന്റെ പശ്ചാത്തലം, ചരിത്രത്തിന്റെ പിന്തുണക്കണം നിൽക്കട്ടെ. ഒരു ലോജിക്ക് വേണ്ടേ? രാജ്യം ഭരിക്കണ നീതിമാനായ ഒരു രാജാവിനെ ആരെങ്കിലും ചങ്ങായ മമ്മാലി എന്ന് വിളിച്ചോ? നാടൊന്നായിട്ട് വിറപ്പിച്ച് നടക്കുന്ന ഒരു ഗുണ്ട, ആ ഗുണ്ടൻ ആരെങ്കിലും കിച്ചുമോന് ടുട്ടുമോന് എന്നൊക്കെ വിളിക്കോ? ഒരു ചേർച്ച വേണ്ട പേരും സ്ഥാനമൊക്കെ തമ്മില്. അങ്ങനെ മമ്മാലി എന്ന് വിളിച്ചു ഒരു രാജാവിനെ. ഇവിടെ രാജാവ് പോകട്ടെ, വില്ലേജ് ഓഫീസിലെ ഒരു പ്യൂണ്, ഓന്റെ പേര് മുഹമ്മദ് അലിയാണ്. നിങ്ങൾ പോയിട്ട് ഒരു പേപ്പർ വർക്കിന് പോയിട്ട് ആ മമ്മാലിയെ ആ പേപ്പർ ശരിയാക്കാന്ന് പറയോ? ഒന്നും കൂടി ആദരിച്ച് ബഹുമാനിച്ച് മുഹമ്മദ് അലി സാർ, ഞാൻ അപേക്ഷ തന്നിരുന്നല്ലോ, അത് ശരിയാക്കി തരുമോ എന്ന് പറഞ്ഞിട്ട് ഓനെ ഒന്നും കൂടി തരിപ്പിക്കറ്റി ഒന്നും കൂടി മുകളിൽ കൊണ്ടുവയ്ക്കും. കാരണം ഓൻ വിചാരിച്ചാൽ മതി ആ പേപ്പർ മുടങ്ങാന്. നീർക്കോലി കടിച്ചാലും മത്തായം മുടങ്ങുമല്ലോ. ആ നിലക്ക് ഒന്ന് അറിയാതെ ബഹുമാനിക്കും, ഒന്ന് ബഹുമാനിച്ച് കൊടുക്കും. അതാണ് വില്ലേജ് ഓഫീസിലെ ക്ലർക്കിനോട് പ്യൂണിനോട് ചെയ്യുക. ഇത് രാജ്യം ഭരിക്കുന്ന നീതിമാനായ രാജാവിനെ, മുഹമ്മദ് അലി എന്ന് പേരുള്ള രാജാവിനെ ജനങ്ങൾ ഇങ്ങനെ നാട്ടിലുള്ള മൈമാലിയാക്കാന്ന് വിളിക്കണ മാറി അതെങ്ങനെ വിളിച്ച് ലോപിച്ച് മുഹമ്മദ് അലി എന്തായി? മമ്മാലിയായി. മമ്മാലി മാമോലിയായി. മാമോലി മാവേലിയായി. അങ്ങനെയാണ് ഈ പരിണാമം, ഡാർവിന്റെ പരിണാമം മാറി. അങ്ങനെ വന്നതാണ്. കൊരങ്ങത് മനുഷ്യണ്ടായി എന്നറിഞ്ഞില്ല. അങ്ങനെ ലോപിച്ച സാധനമാണ് ഈ മാവേലി. അപ്പൊ മാവേലി ഞമ്മന്റെ ആൾ തന്നെ. ഇനി അടുത്ത കൊല്ലം മാവേലിന്റെ പേരിൽ ഇവര് അസ്രക്ക ബെയ്ത്തുമാര് പുതിയ ബെയ്ത്തൊക്കെ നബിദിനാലിൽ ചൊല്ലിയിരിക്കും. മമ്മാലി സലാം അലൈക്കും, മാമൂലി സലാം അലൈക്കും, മാവേലി സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹി അലൈക്കും. മോലിയക്കന്മാരെ കൊടവയറും തടവിക്കാണ് ഇങ്ങനെ പാടും. ഇതൊന്നും തമാശ പറയില്ല. ഇതിലും വലുതുങ്ങൾ കാണും അടുത്തല്ല ഇൻഷാ അല്ലാഹ്. അതൊക്കെ ഈ സമുദായം ഈ ദുരന്ത സമുദായം കണ്ടു നിൽക്കേണ്ടി വരും. കാരണം ഇത് ഇസ്ലാമിലില്ലാത്തൊരു ആരാധനയുടെ പേരില്, ഇസ്ലാമിലില്ലാത്തൊരു ആഘോഷത്തിന്റെ പേരിൽ നടത്തുന്ന കൂത്താട്ടങ്ങളാണ്. ഇതിന് പരിധിയും പരിമിതി ഉണ്ടാവില്ല. ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് മൂരി പിഞ്ഞാണക്കടി കേരിമാരി കേറിയിട്ടാണ് നെരങ്ങനെ കോമ്പ്. പേരെന്താ? നബി സ്നേഹം. എന്നാലോ നബിസ്ലാസം പറഞ്ഞ ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യൂല. ഇതാണ് കൗമിന്റെ അവസ്ഥ. അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന നബിദിനാഘോഷം. അതിങ്ങനെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഈ ആഘോഷത്തിന്റെ രീതിയിലൊക്കെ മാറ്റം ഉണ്ടാവുന്നതാണ് മുസ്ലിയാക്കന്മാരെ ഇക്കൊല്ലത്തെ വക്കേട്ടോളി. വിവാഹവേദികൾ പണ്ടത്തെ പോലെയല്ല ഇന്ന്. മതപഠനം അഭ്യസിക്കുന്നത് പണ്ടത്തെ പോലെയല്ല ഇന്ന്. കാലത്തിന്റെ മാറ്റം, സമൂഹത്തിന്റെ മാറ്റം നമ്മുടെ ആചാരങ്ങളെ സ്വാധീനിക്കുന്നു എന്നത് ഒരു പച്ച പരമാർത്ഥമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മൗലിദാഘോഷത്തിലും പരിഷ്കാരങ്ങൾക്ക് ഈ മൗലിദാഘോഷവും വിധേയമായിട്ടില്ലേ? ഉണ്ടാവാം. പക്ഷേ അത്യാചാരങ്ങളിലേക്കും ദുരാചാരങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കുമൊക്കെ കടന്നു ചെല്ലുമ്പോഴാണ് അതിനെ നാം വിമർശിക്കേണ്ടതും തിരുത്തേണ്ടതും. പൊട്ടത്തരം വിളിച്ചു പറയുന്നേ. പൊട്ടത്തരം വിളിച്ചാൽ പ്രത്യേകിച്ച് യോഗ്യത ഒന്നും വേണ്ടല്ലോ. സമസ്തന്റെ പുരോഹിതനായ മതിയല്ലോ. എന്താ പോണ പറഞ്ഞത്? വിവാഹവേദികൾ പണ്ടത്തെ പോലല്ലെന്ന്. അത് ശരിയാണ്, വിവാഹവേദികളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. പക്ഷെ വിവാഹം എന്നുള്ള അടിസ്ഥാന വിഷയം ഉണ്ടല്ലോ, അത് പണ്ടത്തെ പോലെ തന്നെ ഒന്നും. ആ നിക്കാഹിനൊരു സംഗതികളുണ്ട്, അത് പണ്ടത്തെ പോലെ തന്നെ ഒന്നും. പെണ്ണും ചെറുക്കനും വേണം. വിവാഹം നടക്കണമെങ്കിൽ മഹർ വേണം. പെണ്ണിന് കൈകാര്യകർത്താവ് വേണം, ബാപ്പയാണെങ്കിലും അല്ലെങ്കിലും. അതിന് സാക്ഷികൾ വേണം. ആ നിക്കാഹിന്റെ ചില വാചകങ്ങൾ ഉരുവിടണം. ഇതൊക്കെ പണ്ടത്തെ പോലെയാണെന്നും. പിന്നെ വിവാഹത്തിന്റെ ചടങ്ങുകൾ, അതിന്റെ പേരിൽ നടക്കുന്ന ചടങ്ങുകൾ, അത് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചും സമൂഹത്തിന്റെ ആചാരങ്ങൾക്കനുസരിച്ചും മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണോ മൗലിദാഘോഷം? അങ്ങനെ ഒരു നാട്ടാചാരമായിട്ടാണോ നിങ്ങൾ നബിദിനാഘോഷത്തിനെ കാണുന്നത്? എന്നാ പറഞ്ഞാൽ മതി, നമ്മളൊന്നും തർക്കമില്ല. നിങ്ങളിത് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട 2 പെരുന്നാളിനേക്കാളും വലിയ, ലൈലത്തുൽ ഖദറിനേക്കാളും വലിയൊരു ആഘോഷമാണ്, ഒരു ഇബാദത്താണ്, വളരെയേറെ പുണ്യം കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണ് എന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം. അത് കാലത്തിനും കോലത്തിനും മാറ്റാൻ പറ്റൂല. അത് പണ്ട് റസൂലുള്ള എങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ തന്നെ ആയിരിക്കുന്നു ഇസ്ലാമിലെ ആരാധന. ഇസ്ലാമിലെ ആരാധന ശവ്വാൽ 1 ചെറിയ പെരുന്നാള്. അത് അസൗകര്യം മൂലം ഒരാൾ റമദാൻ 30 പറ്റുമോ? കാലത്തിനനുസരിച്ച് മാറ്റിയ സാഹചര്യത്തിനനുസരിച്ച് പറ്റുമോ? ദുൽഹജ്ജ് 10 വലിയ പെരുന്നാള്. ഇപ്രാവശ്യം ദുൽഹജ്ജ് 10 പ്രളയാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാം, ദുൽഖഅദ് 15 പറ്റുമോ? കാലത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുമോ? മുഹറം 9-ന്റെയും 10-ന്റെയും നോൻപ് സഫർ മാസത്തേക്ക് നീട്ടാൻ പറ്റുമോ? അത് എല്ലാ ലോകത്തും ഏത് മുക്കിലും മൂലയിലും ഒരുപോലെയാണ് നോമ്പിന്റെ രീതി.
മനസ്സിലായോ? ഫജ്റിനെ തൊട്ട് മുമ്പ് അത്താഴം കഴിക്കണം, നിയ്യത്ത് വെക്കണം, എന്നിട്ട് മഗ്‌രിബിന്റെ സമയത്ത് നോമ്പ് മുറിക്കണം. അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും. അമേരിക്കയിലായാലും അന്റാർട്ടിക്കയിലായാലും ഇവിടെ കേരളത്തിലായാലും എല്ലായിടത്തും അതിന്റെ രീതിയും സ്വഭാവവും ഒക്കെ ഒന്നാണ്. അത് കാലത്തിനനുസരിച്ചും സംഗതിക്കനുസരിച്ചും മാറാൻ പറ്റൂല. അപ്പൊ അമിത ചൂടുള്ള സമയത്ത് ഗവൺമെന്റുകൾ നിയമം കൊണ്ടുവരും. പണിന്റെ സമയം, ജോലിന്റെ സമയം എന്ത്, രാവിലെ 5 മണിക്കന്നെ ജോലിക്ക് കയറിയിട്ട് ഒരു 11-12 മണിക്ക് ജോലി അവസാനിപ്പിക്കണം. ഇവിടെ സൂര്യതാപുണ്ട്, അതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പറ്റുമോ? ഇസ്ലാമിന് നോമ്പ് മാറ്റാൻ പറ്റുമോ? കൊടും ചൂടാണ്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് യശക്ക് നോമ്പ് തുടങ്ങിയിട്ട് നമുക്കൊരു രാവിലെ 10 മണിക്ക് 11 മണിക്ക് മുറിച്ചുള്ള കോലത്തിലാക്കാൻ പറ്റുമോ? ഇസ്ലാമിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇബാദത്തുകളും ആഘോഷങ്ങളും നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കാലത്തിനും കോലത്തിനും മാറ്റാൻ പറ്റൂല. മുസ്ലിയാരെ പഠിച്ചു വെച്ചോ. ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ചിലക്ക മൈക്കന്റെ മുമ്പിൽ നിന്നിട്ട്. മനസ്സിലായോ? അപ്പൊ സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത്, ഈ നബിദിനാഘോഷം എന്ന പേരിൽ നടത്തുന്ന ഈ പ്രഹസനങ്ങളുണ്ടല്ലോ, ഈ കോപ്പികാട്ടുകള്, ഇതിന് ഇസ്ലാമിൽ യാതൊരു അടിത്തറയുമില്ല. ഇത് പിൽക്കാലത്ത് പുരോഹിതന്മാര് അവരുടെ വയറ്റപ്പഴപ്പിനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നാട്ടാചാരം മാത്രമാണ്. ഇത് ഇസ്ലാമിലെ ആചാരമല്ല, ഇസ്ലാമിലെ ആഘോഷമല്ല, ഇസ്ലാമിലെ അനുഷ്ഠാനമല്ല. അതുകൊണ്ട് ഇങ്ങനെ കാലത്തിനും കോലത്തിനും അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ഈ പറഞ്ഞതിന്റെ ആകത്തുക. ഇപ്രാവശ്യത്തെ പുതിയൊരു മാവേലി വന്നതിന്റെ പുറമെ വേറെ സംഗതി എന്താണ്? ബംഗാളികളെ നബിദിന റാലി. അങ്ങനെയൊന്നും ഇറങ്ങിയിട്ട് പ്രാവശ്യം കണ്ടോളി. বিশ্বনবীর আগমন, নারে তাকবীর। ബംഗാളികളെ നബിദിനാണ് പാവങ്ങള്. കണ്ടില്ലേ? ഇത് പ്രാവശ്യം ഏതോ തല തിരിഞ്ഞവന്റെ ബുദ്ധിയിൽ ഉണ്ടായത് കേട്ടോ പ്രാവശ്യം. ഇനി ഇതിന്റെ കുറവ് ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. ഇവരുള്ള അലവലാദികളുടെ പേക്കൂത്ത് കൊണ്ട് തന്നെ സമുദായാകെ നാണം കെട്ടി നിൽക്കുകയാണ്. ഇനിയിപ്പോ ബംഗാളിയന്മാരെ ഇറക്കാത്തൊരു കുറവേ ഉള്ളൂ. ഇത് ഇപ്രാവശ്യം ഏതോ തന്നെ തല തിരിഞ്ഞ മണ്ടയിൽ ഉദിച്ച ആശയാണ്. ഇനി ഇത് അടുത്ത കൊല്ലം എല്ലാ മഹലിലും മിക്കവാറും മഹലിലും വ്യാപിക്കും. ഇവിടെ എഴുതി വെച്ചോളി, തമാശ പറയില്ല. അടുത്ത കൊല്ലം മിക്ക മഹലിലും ഉണ്ടാവും. ഇപ്രാവശ്യം ബംഗാളികൾ മാത്രമാണെങ്കിൽ അടുത്ത കൊല്ലം ബംഗാളികള്, ബീഹാറികള്, ആസാമികള് എല്ലാരും പാടെ നേരത്തെ 4 അടിപൊളി നബിദിന റാലി ഉണ്ടാവും. എന്നിട്ട് കൗമും മൂല്യന്മാരും പിന്നീടും ഉണ്ടാവും. ബംഗാളികളോ ആസാമികളോ സുഖമാണ്, പിന്നെ കാര്യമൊന്നും കൊടുക്കണ്ട. കുറച്ച് തമ്പാക്കും ഹാൻസോളം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടി വൈകുന്നേരം വരെ നടന്നോളും, അങ്ങനെ ഓടിക്കോളും. ഇനി ഓല മുദ്രാവാക്യം ഉണ്ടാവും, പണി ഇല്ലേലും പോട്ടെ ചേട്ട, തമ്പാക്കും വേണം, ഹാൻസും വേണം, മിലാദ് റാലി സിന്ദാബാദ് പറഞ്ഞിട്ട് മൂല്യന്മാരായിട്ട് പിന്നാലെ ഉണ്ടാവും. എന്തെന്തെല്ലാം തോന്നിയാസങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ. നബിസ്നേഹത്തിന്റെ പേരിലാണ് ഇതൊക്കെ. സഹോദരങ്ങളെ, ഇത് വെറുതെ പറയില്ല. ഇവര് പറയണത് എന്താ അറിയോ? ഇത് ഇനിയും വികസിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. നബിദിന ആഘോഷങ്ങളും അതിന്റെ ആചാരങ്ങളും ഇനിയും വികസിക്കുന്നു. കേട്ടോളി. ഇത് വികസിച്ചു, ഇത് ഇനിയും വികസിക്കും, കാലത്തിനനുസരിച്ചൊക്കെ വികസിക്കും, ഉറപ്പല്ലേ? ഇപ്പൊ സമ്മാനം കൊടുക്കുമ്പോ പണ്ട് കൊടുത്തിരുന്ന സമ്മാനമൊക്കെ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഏറ്റവും നല്ല മൊബൈൽ ഫോൺ, ഏറ്റവും നല്ല ആ ജാതിയൊക്കെ കൊടുക്കേണ്ടി വരിക. അങ്ങനെ സമ്മാനം കൊടുക്കുന്ന കാലത്ത് വരുന്ന രീതിയിൽ തന്നെ നമ്മൾ ദാനം ചെയ്യുന്നതും ജനങ്ങൾക്ക് ആവശ്യമുള്ളതായി മാറും. ഇങ്ങനെയൊക്കെ മനുഷ്യരുടെ ആചാരങ്ങൾ മാറുമ്പോൾ ഈ ആചാരങ്ങൾ മാറുന്നതനുസരിച്ച് എല്ലാം പുതിയത് ഒക്കെ മിണ്ടാതിരിക്കും. ഇതൊക്കെ അനാചാരം എന്ന് ഒഴിവാക്കുകയാണോ വേണ്ടത്? സഹോദരങ്ങളെ, എന്ത് വിവരക്കേടാണ് ഇയാൾ ഈ വിളിച്ചു പറയണത്? ഇയാൾ വലിയ ആലിമില്ല അല്ലാമ എന്നുള്ള ഇയാളെയും അനുയായികളുടെ വെപ്പ്, അങ്ങനെ ഒരു അഹങ്കാരം പുലക്കുണ്ട്. നമ്മൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇയാളെ മാത്രം ഒന്ന് പിടിക്കുന്നുണ്ട് നമ്മൾ ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്താ ഇയാൾ പറഞ്ഞത്? ഇത് ആചാരങ്ങൾ മാറിയനുസരിച്ച് ഇതിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാളോ എങ്ങനെയാണോ ആചാരം മാറുക? ആചാരം മാറാൻ പാടില്ല എന്നാണ് ഞങ്ങൾ ഈ പറയണത്. ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആചാരം അത് മാറാൻ പാടില്ല, ആരാധന മാറാൻ പാടില്ല, ആഘോഷം മാറാൻ പാടില്ല, വിശ്വാസം അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പഠിപ്പിച്ചു അതുപോലെ തന്നെ മാറാൻ പാടില്ല. ആചാരങ്ങൾ എങ്ങനെ മാറല്? നിങ്ങൾ ഉണ്ടാക്കിയ ആചാരം മാറുമ്പോ അതിന് കോലും മാറും. അതാ ഞങ്ങൾ പറഞ്ഞത്, ഇസ്ലാമിലുള്ള ആചാരമില്ല, നിങ്ങൾ ഉണ്ടാക്കിയതാണ്, മൂല്യന്മാരുണ്ടാക്കിയതാണ്, പഴയ കാലത്തുള്ള പുരോഹിതന്മാരുണ്ടാക്കിയതാണ്. അപ്പൊ ആചാരം ഒരു മാറ്റി, അപ്പൊ അതിന്റെ കോലും മാറും. നിങ്ങൾ അത് സമ്മതിച്ചാൽ മതി. ഇസ്ലാമിലുള്ള ആചാരം മാറൂല. ഇസ്ലാമിലുള്ള ആചാരം മാറി നിങ്ങൾ ഒരു ഉദാഹരണം പറയും. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആചാരം അതിന് മാറ്റം വന്നതായിട്ട് നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് പഠിക്കാനാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇത് ഇവരുണ്ടാക്കിയ ഒരു ആചാരമാണ് നബിദിനാഘോഷം. അതിങ്ങനെ ഇവരിങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാറുമ്പോ അതിന്റെ കോലൊക്കെ മാറും. നിങ്ങളൊന്ന് കണ്ണടച്ചാളി, നിങ്ങൾ എന്തിനാ കച്ചറ ഉണ്ടാക്കണമെന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവര് നബിദിനാഘോഷത്തിന്റെ ഓരോ രീതിയും ആഘോഷങ്ങളൊക്കെ മാറുന്ന കോലം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളാം. ഒരു 2-3 കൊല്ലമായിട്ട് ഈ ദഫ് മുട്ട് തരുന്ന ഒരു തോന്നിയാസം ഉണ്ടല്ലോ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി, പേര് ദഫ് മുട്ടാണ്, പക്ഷെ അതിന് മുട്ട് മാത്രം ഉണ്ടാവില്ല, അതിന് ദഫ് അല്ലാത്ത എല്ലാ സംഗതികളും ഉണ്ട്. നിങ്ങളത് കണ്ടു നോക്കി. അതിന് ഭരതനാട്യത്തിന്റെ ആക്ഷൻ ഉണ്ട്, കഥകളിന്റെ ആക്ഷൻ ഉണ്ട്, കുച്ചിപ്പുടിന്റെ ആക്ഷൻ ഉണ്ട്, തിരുവാതിര ഉണ്ട്, അമ്മങ്കുറുണ്ട്, ബ്രേക്ക് ഡാൻസ് ഉണ്ട്, ക്യാബറ ഡാൻസ് ഉണ്ട്, കളറുണ്ട്, കരാട്ട ഉണ്ട്. ഇതിന്റെ ഒക്കെ ആക്ഷനും കാട്ടിക്കൂട്ടിൽ അതിലുണ്ട്. മുട്ട് മാത്രം കുറവാ.
കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരും. ഇങ്ങനെ ഓരോന്ന് റോട്ടുമൊക്കെ എടുത്തിട്ട് മ്യൂസിക് ഇട്ടിട്ട് ദഫിന്റെ പേരില് നബിസ്നേഹത്തിന്റെ പേരില് കേടുന്നിട്ട് റസൂൽ വിരോധിച്ച എല്ലാ സംഗതികളും ഇവര് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പറയാ ആചാരങ്ങൾ മാറുന്നതനുസരിച്ച് അതിന്റെ കോലവും മാറും. കാരണം ഇവരെന്നെ പറയണേ ഇത് ഇസ്ലാമിലുള്ള ആചാരമല്ല, നാട്ടാചാരമാണ്. എങ്ങനെ നാട്ടാചാരം? മറ്റു സമുദായങ്ങളിലും കടടുത്ത നാട്ടാചാരം അതിനൊപ്പിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇയാളെന്നെ പറട്ടെ, കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുസ്വര സമൂഹം നിലനിൽക്കുമ്പോൾ, വിശേഷിച്ചും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുക്കുമ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആചാര്യ ജനങ്ങളൊക്കെ ആഘോഷിക്കുന്ന ഒരു നാട്ടിൽ ശരിക്കും പിറന്ന ഇന്നാളാണ് ബാപ്പ, ഇന്നാളാണ് ഉമ്മ, ഇന്നതാണ് കുടുംബം, ഇന്നിടത്താണ് പ്രസവിക്കപ്പെട്ടത്, ഇന്നിടത്തൂടെയൊക്കെയാണ് പിച്ച വെച്ച് വളർന്നത്, ഇന്നിന്റെ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി നിന്നു എന്ന് ചരിത്രപരമായി തൊട്ട് കാണിച്ചു കൊടുക്കാവുന്ന മഹത്തായ തിരുപിറവിയെയും ആ തിരുപിറവിയുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുതങ്ങളെയും ഒക്കെ നമ്മൾ പ്രത്യേകം പറയാം. അതുപോലെ തന്നെ ക്രിസ്തുമസ്, ആ ക്രിസ്തുമസിനെ പ്രതി യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ട്, ആ അത്ഭുതങ്ങൾ കാണിച്ച ആൾ ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചണ്ഡമായ പ്രചാരണങ്ങളും മതപ്രവർത്തനങ്ങളും മത മിഷണറി പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മരാത്രിയിലും ജന്മദിനത്തിലും ഉണ്ടായ അത്ഭുതങ്ങളൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടായിട്ടും ഇതൊരു മനുഷ്യനാണ്, തികഞ്ഞ മനുഷ്യനാണ്, സമ്പൂർണ്ണ മനുഷ്യനാണ്, ഞങ്ങൾ ഇത്തരം അത്ഭുതങ്ങൾ കൊണ്ടൊന്നും നബിയാണെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഇലാഹാണെന്നിടത്തേക്ക് എത്തുകയില്ല എന്ന തൗഹീദിന്റെ സത്യമടക്കം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന നിലക്ക് ഈ രാജ്യത്ത് എങ്ങനെയും റബീഉൽ അവ്വൽ ആഘോഷം, നബിദിനാഘോഷം വളരെ ന്യായവും വളരെ ഉപകാരപ്രദവും ഫലപ്രദവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതാണ് സത്യം. ഈ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു ടീം ശ്രീകൃഷ്ണ ജയന്തി നടത്തുന്നു, വേറെ ടീം ക്രിസ്മസ് ആഘോഷം നടത്തുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളിതൊരു മുതലാക്കിയിട്ട് ഒരു അവസരം കണ്ടെത്തിയിട്ട് നബിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ട് നബിന്റെ ചരിത്രം ആ തൗഹീദൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഒരു തൗഹീദ് എത്രയോടത്ത് പറയണ്ടെങ്കില് എന്താ നിങ്ങൾക്ക് തൗഹീദ് എന്ന് അറിയോ? നമ്മൾ മൂല്യന്മാരുടെ ഈ കൗമുണ്ടല്ലോ, നിങ്ങൾ ഈ കൗമ് നബിദിനാഘോഷത്തിന്റെ പേരിൽ റോട്ടിൽ കിടന്ന് ചാടി കളിക്കണ ഈ കൗമിന് തൗഹീദ് എന്നുള്ള 3 അക്ഷരത്തിന്റെ അർത്ഥം അറിയടോ? അതിന്റെ ആശയം പോട്ടെ, അർത്ഥം അറിയോ നിങ്ങൾക്ക്? തൗഹീദ് ഇങ്ങനെ വിളമ്പി കൊടുക്കണ്ടല്ലോ തൗഹീദ്. അപ്പൊ നമ്മളിങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി മുറക്കെ നടത്തുമ്പോൾ നമ്മൾ മോശക്കാരാൻ പാടുണ്ടോ? ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കും, നമ്മൾ മോശക്കാരാൻ പാടുണ്ടോ? അപ്പൊ നമ്മൾ ആഘോഷിക്കന്നെ, അപ്പൊ ഇതൊരു നാട്ടാചാരായിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുക, വേറൊന്നുമില്ല. ഇത്രയുള്ളൂ ഈ സംഗതി. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് തെരുവുകളിൽ ഘോഷയാത്രയ്ക്ക് പ്ലോട്ടുകളും തെരുവ് നാടകങ്ങളും നടത്തുന്നുണ്ടല്ലോ. ക്രിസ്മസിന് യേശു ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് തെരുവ് നാടകങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളും നടത്തണ്ടേ? ഇസ്ലാമിലെ ഓരോ ചരിത്ര സംഭവങ്ങൾ ഇനി തെരുവ് നാടകമായിട്ട് ദൃശ്യാവിഷ്കാരമായിട്ട് നടത്തുക. അതും ഈ പ്രാവശ്യം കണ്ടു. തമാശ പറയല്ല, കണ്ടോള്. എന്തെല്ലാം കാണാൻ കിടക്കുന്ന സമുദായം കണ്ടോള്. തെരുവ് നാടകം, ഇസ്ലാമിലെ പരിശുദ്ധമായ യുദ്ധത്തിന്റെ അതിന്റെ ദൃശ്യാവിഷ്കാരം ഈ തല തെറിച്ചോമ്പരെ നടത്തുന്നത് കണ്ടോളി. യർമുഖ് യുദ്ധരണാങ്കണം. AD 636 റോമക്കാരും മുസ്ലിങ്ങളും തമ്മിൽ സിറിയയുടെയും ജോർദാന്റെയും അതിർത്തിയിൽ യർമുഖ് നദിയുടെ കരയിൽ നടന്ന യുദ്ധം. വിജയം മുസ്ലിം സൈന്യത്തിന്. പക്ഷേ ശത്രുക്കളുമായി കടുത്ത പോരാട്ടം നടന്നു. ചില സഹാബാക്കൾക്ക് ഭീകരമായ മുറിവുകൾ പറ്റി. മറ്റു ചിലർ രക്തസാക്ഷികളാവുകയും ചെയ്തു. ശത്രുക്കളുടെ വെറ്റേറ്റു മരണത്തോട് മല്ലിടുന്ന ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, അയ്യാഷ് റളിയല്ലാഹു അൻഹു മുറിവിന്റെ കാഠിന്യത കൊണ്ട് ഉച്ചത്തിൽ വിളിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒന്നാമനായ ഹാരിസ് റളിയല്ലാഹു അൻഹു വെള്ളം ആവശ്യപ്പെടുകയാണ്. വെള്ളവുമായി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ തന്റെ അടുത്ത് വെട്ടേറ്റ് വീണ് കിടക്കുന്ന രണ്ടാമനായ ഇക്രിമയുടെ വെള്ളത്തിന് വേണ്ടിയുള്ള ദയനീയ നോട്ടം തനിക്കാവശ്യമുണ്ടെങ്കിൽ തന്റെ സഹോദരനായ ഇക്രിമയിലേക്ക് ആംഗ്യം കാണിക്കുന്നു. ഇക്രിമയുടെ അടുക്കിലേക്ക് എത്തുമ്പോൾ തൊട്ടടുത്തു കിടന്ന് പിടയ്ക്കുന്ന മൂന്നാമൻ അയ്യാഷ് ദയനീയമായി വെള്ളത്തിനു വേണ്ടി നോക്കുന്നുണ്ട്. മൂന്നാമനിലേക്ക് കൊടുക്കാൻ ആംഗ്യം കാണിച്ചതനുസരിച്ച് മൂന്നാമന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അദ്ദേഹം രക്തസാക്ഷിയായി കഴിഞ്ഞിരുന്നു. തിരിച്ചു രണ്ടാമന് കൊടുക്കാം എന്നു കരുതി മടങ്ങി വരുമ്പോൾ രണ്ടാമനും ഒന്നാമനും രക്തസാക്ഷികളായി. നോക്കൂ പ്രിയപ്പെട്ടവരെ, ശത്രുക്കളുടെ വെട്ടേറ്റു രക്തം വാർന്നു മരിക്കാൻ കിടക്കുമ്പോഴും തന്നെക്കാൾ തന്റെ സഹോദരനെ പരിഗണിക്കാനുള്ള മനസ്സ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത നന്മയുടെ മുഖങ്ങളായ അനുചരവൃന്ദം. അതേ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജന്മദിനത്തിൽ
നമുക്കും ഈ മാതൃക പിന്തുടരാം. യഥാർത്ഥ പ്രവാചക സ്നേഹികളായി മാറാം. കണ്ടില്ലേ, ഇസ്ലാമിലെ പരിശുദ്ധമായ വികാര നിർഭരമായ യുദ്ധത്തിന്റെ രംഗം, ദൃശ്യാവിഷ്കാരം കൊല്ലണ്ടായതാണിത്. എന്തെന്തെല്ലാം തോന്നിയാസങ്ങളാണോ നബിദിനത്തിന്റെ പേരുകളിൽ തെരുവിൽ നടത്തുന്നത്? അനുവദനീയമാണോ ഇസ്ലാമിലിത്? ഈ തെരുവ് നാടകം ഇസ്ലാമിന്റെ പേരിൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, ഹയ്യാസ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റിങ്ങനെ മുഖണ രംഗം കണ്ടില്ലേ? അതിന്റെ ഇടയിൽ ഇക്രിമിന്റെ അഭിനയം കുറച്ച് മോശമായി പോയി. മുമ്പ് പാന്റൊക്കെ വലിച്ചു കയറ്റിയിട്ടുണ്ട്. മുമ്പ് ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് പടിയാണ് അതിന്റെ ഇടയിൽ. എന്താ തോന്നിയാസങ്ങളാണോ നിങ്ങൾ ഈ നടത്തുന്നത്? എന്നിട്ട് ഇങ്ങനെ ആണും പെണ്ണും മോരും മുതലും വെച്ചമാരിങ്ങനെ ചുറ്റും വളഞ്ഞതിട്ട് ഇങ്ങനെ കാണാം. ഇവിടെ ഹാരിസും ഇക്രിമിയും ഹയ്യാസ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് ഇങ്ങനെ കിടന്ന് പേടിയുമ്പോ ആ മതിലിന്റെ അപ്പുറം ചില താത്താമാര് ചിരിക്കണുണ്ട്. ഭാഷാളത്തരത്തിന്റെ അങ്ങേയറ്റം നബിസ്നേഹത്തിന്റെ പേരിലാണ് ഈ നടക്കുന്നത്. ഇനി അടുത്ത കൊല്ലം ഉണ്ടാവും റസൂലുള്ളാഹിന്റെ ജനനത്തിനെ കുറിച്ചും അതിന്റെ ജീവിതത്തിനെ കുറിച്ചും ഓരോ ഘട്ടങ്ങളെ കുറിച്ചും ദൃശ്യാവിഷ്കാരം ഓരോ മഹല്ലിലും ഉണ്ടാവും. റസൂലുള്ളാഹിനെ ഉമ്മ പ്രസവിച്ച രംഗൊക്കെ, ആമിന ബീവി പ്രസവിച്ച രംഗൊക്കെ ഇങ്ങനെ മഹല്ല് ഖത്തീബ് കുഞ്ഞായ്മ സക്കാഫിന്റെ ഭാര്യ തെരുവിൽ അഭിനയിച്ചു കാണിക്കുമായിരിക്കും. സഹോദരങ്ങളെ, ഇത് തമാശ പറയല്ല. ഖൗമിന് നബിന്റെ പേരിൽ ഇങ്ങോട്ട് കൂത്താടിയിട്ടുണ്ട് മതിയാണില്ല. ഈ നബിദിനാഘോഷത്തിന് തെരുവിലിറങ്ങി കൂത്താടേണ്ട എത്ര എണ്ണം അന്ന് സുബിസ്കരിച്ചിട്ടുണ്ടാവും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടത്? എത്ര എണ്ണം ഓരോ വക്തിൽ ജമാഅത്തിന് പള്ളിയിൽ എത്തിയിട്ടുണ്ടാവും? നബിനെ സ്നേഹിക്കുന്ന കോലാണ് കൂത്താടനെ കേടുന്നിട്ട് എങ്ങനെ കേടുന്നിങ്ങനെ കൂത്തം മറിയാന്ന് പറയും ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ. ഇങ്ങനെ നബിന്റെ പേരിൽ, നബി സ്നേഹത്തിന്റെ പേരിൽ കൂത്താടിന്റെ പേരിൽ മതിയാകണില്ല. അതാണ് അവസ്ഥ. അപ്പൊ ഇനി നബിന്റെ ജന്മദിനം മാത്രം ആഘോഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളടത്താണ് കോമിപ്പം നിൽക്കുന്നത്. കാരണം ഒരു മാസം മാത്രം മുടങ്ങിയാൽ പോരല്ലോ. എല്ലാ നബിമാരെയും ജന്മദിനം ആഘോഷിക്കാൻ വല്ല വകുപ്പുണ്ടെന്നാണ് ഇപ്പൊ അടുത്ത ഗവേഷണം. എന്നാ പിന്നെ ഓരോ നബിമാരും ആഘോഷിക്കാൻ തുടങ്ങിയ ഒരു കൊല്ലം മുഴുവൻ സമുദായത്തിനെ പറ്റിച്ച് ഇരുന്ന് തിന്നാലോ? അതായിരിക്കും പുരോഹിതന്മാരുടെ ചിന്ത. തമാശരല്ലേ? കേട്ടോക്കിയും. മറ്റു നബിമാരുടെയോ സ്വഹാബികളുടെയോ ജന്മദിനം എന്തുകൊണ്ട് ആഘോഷിക്കുന്നില്ല? എന്തുകൊണ്ട് ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നതായി ഒരു നടപടി, ഒരു സൽക്കർമ്മം ശറഅ് പഠിപ്പിക്കുന്നില്ല. ജന്മദിനം ആഘോഷിക്കുക എന്ന് പറയുന്നത് ഓരോ നാടിന്റെ ആചാരമാണ് ജന്മദിനം ആഘോഷിക്കൽ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഓരോരുത്തരും അവനവന്റെ കുട്ടികളുടെ തന്നെ ജന്മദിനം, ബർത്ത്ഡേ എന്ന് പറഞ്ഞ നിലക്ക് ആഘോഷിച്ചു വരുന്നു. ഈ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് പറയുന്നത് ശറഇന്റെ കാഴ്ചപ്പാടിൽ ഒരു പുണ്യമുള്ള കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ കാരണം, മറ്റ് നബിമാരുടെ ഒന്നും ജന്മദിനം നമുക്ക് കൃത്യമായി ലഭിച്ചിട്ടില്ല. ഇന്ന ദിവസമാണ് ഇപ്പോഴാണെന്ന് കിട്ടിയിട്ടില്ല. മൂന്ന്. ആ നബിദിനങ്ങളൊന്നും ആഘോഷിക്കുന്നത് കൊണ്ട് ശറഇയായി പ്രത്യേകമായ ഒരു നേട്ടം നമ്മൾ കാണുന്നില്ല. ഇപ്പൊ സംഗതി ക്ലിയർ ആയില്ലേ? ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് ഷറഹിലുള്ളൊരു സംഗതിയല്ല, അതൊരു നാട്ടാചാരം മാത്രമാണ്. ആൾക്കാർ കുട്ടികളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കണില്ലേ? അതുപോലെ ഒരു നാട്ടാചാരം, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റു നബിമാരുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ഒന്നാമത്തെ പ്രശ്നം, നമുക്ക് ആഘോഷിക്കാൻ പുതില്ലേറ്റല്ല. എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഷറഹ് അനുവദിച്ചിട്ടില്ല. ഇതിപ്പോ ഷറഹ് അനുവദിച്ചാണല്ലോ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തോന്നിയാസങ്ങളും ഷറഹ് അനുവദിച്ചാണല്ലോ. കുത്തറാത്തീവ്, ജാറത്ത് കിടന്ന് കുത്തിമറിയ, നബീരത്തിന്റെ പേരിൽ റോട്ടുമൊക്കെ കിടന്ന് കൂത്താടുക, അങ്ങനെ തുടർന്നിട്ട് നിങ്ങൾ ഈ റാത്തീബിന്റെയും ഹദ്ദാദിന്റെയും പേരില്, ഈ ഉറൂസിന്റെ പേരില്, ഈ ഉത്സവ നേർച്ച പൂരങ്ങളെ പേരിൽ നടക്കണൊക്കെ ഷറഹ് അനുവദിച്ചാണ്. നിങ്ങളെ ഒന്നും മുണ്ടാതെ പോയി പണിയൊക്കെ കാക്ക. അപ്പൊ എന്തായാലും ഷറഹ് അനുവദിച്ചിരിക്കും, ഞങ്ങൾ ആഘോഷിക്കും, ഞങ്ങളുടെ സ്വഭാവം അതാണല്ലോ. പിന്നെ എന്താണ് ഡേറ്റ് അറിയില്ല നമുക്കൊരു പ്രശ്നം. ആരെ കൂടെ ഡേറ്റ് അറിയില്ല പറഞ്ഞു? അങ്ങനെ ഡേറ്റ് അറിയും ചെയ്യുക, മറ്റുള്ള നബിമാരുടെ ജന്മദിനം ആഘോഷിക്കും ചെയ്യുക വേറെ പുരോഹിതന്റെ അഭിപ്രായം. കേട്ടോളി. ഈസാ നബിന്റെ ബർത്ത്ഡേ അതും ചിലർ കൊണ്ടാടുന്നുണ്ട്. ഈസാ നബി നമ്മളെ നബിയാ. ഈസാ നബി അലൈഹി സ്വലാം നമ്മളെ നബിയാണ്. അപ്പൊ ആ യേശു ഇവിടെ അടുത്ത് വരാനിരിക്കുകയാണ്. അപ്പൊ യേശുവുമായിട്ട് നമുക്ക് വലിയ ബന്ധമുണ്ട്. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് യേശു. ഈ ദീനുൽ ഇസ്ലാം വിശ്വസിക്കാൻ വരുന്ന ആളാണ്. അപ്പൊ അന്നലേക്ക് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം നമ്മൾ അന്ന് സന്തോഷിക്കുന്നത് നല്ലതാ, അതിൽ കുഴപ്പമൊന്നുമില്ല. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജന്മദിനം പലരും കൊണ്ടാടുമ്പോൾ നമ്മളും അതിൽ കൊണ്ടാടിയല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പോലെ ഒരു മതത്തിന്റെ വിവാഹക്കാർ പ്രത്യേകം കൊണ്ടാടുന്ന പരിപാടിയാകുമ്പോൾ അങ്ങോട്ട് നമ്മൾ ഓലെ ചർച്ചയ്ക്ക് നമ്മൾ പോകേണ്ടതില്ല. നമ്മൾ കൊണ്ടാടിയല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതാണ് കാര്യം. ഈസാ നബിന്റെ ജന്മദിനം പലരും കൊണ്ടാടുന്നുണ്ടല്ലോ. പലരും എന്ന് പറഞ്ഞാൽ ആരാ? ക്രിസ്ത്യാനികള്. പോലെ എന്നാണ് കൊണ്ടാടുന്നത്? ഡിസംബർ 25 കൊണ്ടാടുന്നത്. ഈ ഡേറ്റ് അറിയാത്ത പ്രശ്നങ്ങൾക്കുള്ളത് നജീബ് മൗലവിക്കുള്ളത് കൂടി കൊടുക്കുകയും ഡിസംബർ 25 തന്നെയാണ് എന്ന് എന്താണ് വഹാബി ഉറപ്പ്? നീ വയ്ക്കണ്ട.
നബിസ്വലാസ്മ റബീഉൽ അവ്വൽ 12 എന്ന് കുഴപ്പമുണ്ടോ? നിങ്ങളെ മൗലിദ് കിതാബിൽ 10 കിതാബ് എടുത്ത 10 കഥ അല്ലയിലുള്ളത്, 10 ഡേറ്റ് അല്ലയിലുള്ളത്. അപ്പൊ ഡേറ്റ് അറിയാത്ത കൺഫ്യൂഷൻ ആകണ്ട. അപ്പൊ നമ്മളും ആഘോഷിക്കണം ഈസാ നബിന്റെ ജന്മദിനം. പിന്നെ എന്താ ഒരു പ്രശ്നം? നമ്മൾ ക്രിസ്ത്യൻ പള്ളിക്ക് ആണ്ട് പോയിട്ട് ആഘോഷിക്കണ്ട. വേണ്ടറിഞ്ഞ് ഡിസംബർ വരാൻ പോകുള്ളൂ, നിങ്ങൾ പള്ളിക്ക് ആഘോഷിച്ചോളൂ ഈസാ നബിന്റെ ജന്മദിനം, യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കി. എന്നിട്ട് കരോത്സംഗമൊക്കെ ആയിട്ട് മൂല്യന്മാരും കുട്ടി സക്കാഫിമാരൊക്കെ പറയുന്ന റൂട്ടുമൊക്കെ ഇറങ്ങിങ്ങള് ഞാൻ കൂത്താട്ടായിട്ട് നിങ്ങൾ ഒഴിവാക്കണ്ട. അപ്പൊ മറ്റ് നബിമാരുടെ ജന്മദിനം ആ ഡേറ്റ് അറിയിട്ടാണ് നദീബ് മൗലിന്റെ കൺഫ്യൂഷൻ. ഇനി ഇതാ അടുത്തത് ആദം നബിന്റെ മനുഷ്യപിതാവായ ആദം നബി അലൈഹി ഇസ്ലാമിയുടെ ജന്മദിനം. അതെന്നാണ് മറ്റൊരു ഉസ്താദ് തന്നെ പറയട്ടെ, ഡേറ്റ് അറിയാത്ത നിങ്ങളെ പ്രശ്നം ഇപ്പൊ ശരിയാക്കി തരാം. പിന്നെ നബിദിനത്തിന് പ്രത്യേകത ഉണ്ടെന്നുള്ള വിഷയത്തിൽ ആർക്കും തർക്കമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരാൾക്കും തർക്കമില്ല. കാരണം 52 ദിവസം ആദം നബിന്റെ ജന്മദിനാഘോഷം കൊണ്ടാടുന്നവരാണ് എല്ലാ സംഘാടകരും. 52 ദിവസം ഒരു കൊല്ലത്തിൽ 52 ദിവസം മുത്തുനബിന്റെ ജന്മദിന ബഹുമാനം കൊണ്ടാടുന്നവരാണ് കക്ഷിപക്ഷ ഭേദമന്യ വിശ്വാസികൾ മുഴുവനും. കാദിയാനികളെ മുസ്ലിമുകളായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല, പക്ഷെ അവരും 52 ദിവസം ആദം നബിന്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ട്. ഒരു 52 ദിവസം റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടുന്നുണ്ട്. വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടെ എന്താ ഫീഹി ഖുലിഖ ആദമു മുഹമ്മദ് മുസ്തഫ. വെള്ളിയാഴ്ചന്റെ പ്രത്യേകതയിൽ ഒന്ന് ആദം അലൈഹി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ തത്വത്തിൽ ആദം നബിന്റെ ജന്മദിനാണ് കൊണ്ടാടുന്നത്. ജന്മദിനം പാടില്ലാതെ പള്ളിയെ കയറാൻ പറ്റൂല ജുമാക്ക്. തിങ്കളാഴ്ച ഓമിന്റെ പ്രത്യേകത എന്താണ്? ഫീഹി ഉലിത്തു, അതിലാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്, ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ്, അതുകൊണ്ടാ നോമ്പ്. ഒരു രൂപം പറഞ്ഞു നോമ്പ് വെക്കുക, മറ്റൊരു രൂപമാണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. അതൊക്കെ ഓരോ രൂപങ്ങളാണ്. രൂപങ്ങൾ ഏതു ആവാം, എല്ലാം കൂടി റസൂലുള്ള പറഞ്ഞുതരോ? സ്നേഹപ്രകടനത്തിന്റെ എല്ലാ രൂപങ്ങളും പറഞ്ഞാൽ തീരുവോ? ഇല്ലടോ, എല്ലാം കൂടി റസൂല് പറഞ്ഞു തരൂല. റസൂൽ 63 കൊല്ലക്കാണ് ജീവിച്ചിട്ട് കുറച്ചൊക്കെ തൊട്ടും തോണ്ടിയൊക്കെയാണ് പോയി. ഇനി ബാക്കിയുള്ള കാര്യങ്ങള് കുറച്ച് നിങ്ങൾക്ക് കാര്യം തൂരെന്ന് പറഞ്ഞുതരും, ബാക്കി കുറച്ച് പട്ടിക്കാട് എന്ന് പറഞ്ഞുതരും, കുറച്ച് ചേളാരി എന്നും പറഞ്ഞുതരും, കുറച്ച് മമ്പാട് നദീബ് മൂല്യരും പറഞ്ഞുതരും. അങ്ങനെ അവരൊക്കെ കൂടിയിട്ട് ഈ ദീനാണ് പൂർത്തീകരിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് റസൂലാണ് പോവുകയും ചെയ്തത്. നമുക്ക് വിവരക്കേട് വളമ്പണിയിൽ ഒരു പരിധിയില്ല മുസ്ലിയാരെ. നദീബ് മുസ്ലിയാർക്ക് തെളിവ് കിട്ടിയോ? അപ്പൊ ആദം നബിന്റെ ബർത്ത്ഡേ ആണ് ഒരു കൊല്ലത്തിൽ 52 പ്രാവശ്യം നമ്മൾ കൊണ്ടാടുന്നുണ്ട്. നിർബന്ധമായിട്ടും എല്ലാ കക്ഷിഭേദമന്യേ സമസ്ത മുജാഹിദ് സലഫികള് അങ്ങനെ തുടങ്ങി ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് ഖാദിയാനികളടക്കം ആദം നബിന്റെ ജന്മദിനം ആഘോഷിക്കുന്നുണ്ട്. അതാണ് വെള്ളിയാഴ്ചത്തെ ജുമാ. അപ്പൊ ആദം നബിന്റെ ജന്മദിനം നമുക്ക് അറിയില്ല, മറ്റുള്ള നബിമാർക്ക് അറിയില്ല, അതുകൊണ്ടാണ് ആഘോഷിക്കാത്തതുള്ള മുട്ടുന്നയാനും വേണ്ട. ഇത് ഓരോരുത്തന്മാരും ഓരോന്ന് ഗവേഷണം നടത്തിയിട്ട് ഇവരെ ചീഞ്ഞളഞ്ഞ മണ്ടീന്ന് ഓരോ വിഷലിപ്തമായ ആശയങ്ങൾ ഇങ്ങനെ കൊല്ലം ഇങ്ങനെ പുറത്തു വരുന്നേ. അപ്പൊ തോന്നിയത് അങ്ങോട്ട് വിളിച്ചു പറയുന്നേ. ഈ നാട്ടിൻപുറത്ത് പറയാലോ, ഈ ഭ്രാന്തിപ്പെണ്ണിന് ഗർഭമുണ്ടായ മാതിരി തൊള്ളി തോന്നിയത് എങ്ങനെ വിളിച്ചു പറയുന്നേ ദീനിന്റെ പേരില്. ഇതാണ് ഈ ജന്മദിനത്തിന്റെ കോലം. മനസ്സിലായോ സഹോദരങ്ങൾ? എന്റെ കുട്ടിക്കാലത്തൊക്കെ ഇത് റബീഉൽ അവ്വൽ 12 മാത്രമാണ് ഞാൻ അത് കണ്ടിട്ടുള്ളത്. റബീഉൽ അവ്വൽ 12 ആ ഒരു ദിവസം മാത്രമാണ് സകല സ്ഥലത്തും ഇതിന്റെ ആഘോഷം ഉണ്ടായിരുന്നത്. ഇപ്പൊ റബീഉൽ അവ്വൽ 30 ദിവസമായി. കാരണം ഇവർക്ക് തിന്നണ്ടേ, ഒരു ദിവസം ഇവിടെ തിന്നിട്ടുണ്ട് എത്തുന്നില്ല. എത്ര വെച്ചിട്ട് തിന്നാ? മഹലിലെ എല്ലാ പെരയിലും എല്ലാ സ്ഥലത്തും പോയിക്കണം മുടങ്ങണ്ടേ. അപ്പൊ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി റബീഉൽ അവ്വൽ 30 ദിവസമാക്കി. ഈ 30 ദിവസത്ത് വീടുകളിലും കഴിക്കണം എന്നാണ് പുതിയ മുട്ടിപ്പടി സ്വലാത്ത് കച്ചവടക്കാരന്റെ ഫത്വ കേട്ടോളി. പൂർവികർ എന്തെല്ലാം ചെയ്തു വന്നോ അതെല്ലാം അക്ഷരാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഇപ്പോൾ പലയിടങ്ങളിലും തുടങ്ങിയൊരു സ്വഭാവമാണ് പള്ളിയിൽ ദിക്റില്ല, പള്ളിയിൽ മൗലൂദ് കഴിക്കുക, അങ്ങാടി കഴിക്കതൊക്കെ വേണം, വേണ്ടെന്നല്ല പറഞ്ഞത്. പക്ഷെ വീടുകളുടെ മൗലൂദ്, വീടുകളുടെ ദിക്റ്, വീടുകളുടെ മജ്‌ലിസുകൾ നന്നേ കുറഞ്ഞു വരികയാണ്. എന്നല്ല പലയിടങ്ങളും പല വീടുകളും അതില്ലാതായി മാറിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തൗഫീക്ക് ചെയ്തെങ്കിൽ വരുന്ന തിങ്കളാഴ്ച രാവ് മാസം കാണാൻ സാധ്യതയുണ്ട്. മാസം കണ്ടാൽ ഏതായിരുന്നാലും ശരി റബീഉൽ അവ്വൽ 30 ദിവസവും നമ്മുടെ വീടുകളൊക്കെ മൗലിദ് നടക്കണം. അത് വീട്ടിലുള്ള ഭാര്യയും മക്കളും ഉമ്മയും മക്കളും അങ്ങ് ചെല്ലിയാൽ മതി. ഒരു ദിവസം എന്നെങ്കിലും ഒന്ന് കടം വാങ്ങാതെ ആർക്കും സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാതെ കഴിയാവുന്ന രൂപത്തിൽ 100 ആളെ വിളിക്കാൻ പറ്റാവുന്നൊരു 100, 1000 വിളിക്കാൻ പറ്റുന്ന 1000, ഒന്നും വിളിക്കാൻ കഴിയില്ല. ഒരു 2-3 മുതല്ലിമീങ്ങളെ ഉസ്താദുമാരെ കുടുംബത്തിലുള്ള വിളിച്ചിട്ട് മൗലൂദ് കഴിക്കുക എന്നുള്ള പതിവ് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അപ്പൊ അതാണ് കേസ്.
ഈ പള്ളികളിലും മദ്രസകളിലും മാത്രം നടത്തിയ പോരാ, നിങ്ങൾ വീടുകളിലും നടത്തണം, മുപ്പീസും മൗലൂദ് നടത്തണം. എന്നിട്ട് അതിന് ഒരു ദിവസം എന്ത് ചെയ്യണം? നിങ്ങൾ നാട്ടിലുള്ള മൂല്യന്മാരെ 10 ആളെ കിട്ടിയ 10 ആളെ, അല്ലെങ്കിൽ 5 ആളെ കിട്ടിയ 5 ആളെ, അല്ലെങ്കിൽ 3 ആളെ, അല്ലെങ്കിൽ ഒരാളെങ്കിലും വിളിച്ചിട്ട് കടം വാങ്ങാതെ സാമ്പത്തിക ബാധ്യത ഒന്നും ഉണ്ടാക്കാതെ ഓലും പട കൂട്ടി നിങ്ങൾ മൗലൂദ് കഴിക്കണം. അപ്പോഴല്ലേ നമുക്ക് തിന്നാൻ കിട്ടുള്ളൂ. ഇയാളെ പോലെ തന്നെ 3 മൂല്യവരെ വിളിച്ച് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 100 ആൾ തിന്നാൻ കൊടുത്താൽ വരല്ലേ? കടം ബാധ്യതയും സാമ്പത്തിക ബാധ്യതയൊക്കെ ഓട്ടോമാറ്റിക്കായി ഉണ്ടായിക്കോളും. പിന്നെ അപ്പൊ സഹോദരങ്ങൾ ഇങ്ങനെ തീറ്റ ഇതിങ്ങനെ വൈഡാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുതന്നെ നിങ്ങളൊരു മൗലൂദ് നടത്തിക്കാണ്ട് വീട്ടുകാര് ഒരു പച്ച വെള്ളം കൊടുക്കാതെ മൂല്യരെ വിളിച്ചിരുന്നു പറഞ്ഞേച്ചോ കാണി. അടുത്തല്ല ഉസ്താദേ നമ്മളെ നബിദിനല്ലേ നമുക്കൊന്ന് മൗലൂദ് കഴിക്കണ്ടേ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഇന്ന് പങ്ങളോടൊന്ന് പോകാണ്ട്, അടുത്ത ആഴ്ച മറ്റോടത്തൊന്ന് പോകാണ്ട്, മറിച്ചോടത്തൊന്ന് പോകാണ്ട് ഒരു മൂല്യര് മുങ്ങും. ഇവർക്ക് തീറ്റയാണ് ഇതിന്റെ അടിസ്ഥാനം. മനസ്സിലായ? ഈ നബിദിന റാലികളിലും ഈ പരിപാടികളിലൊക്കെ കാണുന്ന ഈ മീലാദാഘോഷം ഉണ്ടല്ലോ, നബി സ്നേഹം, അതിന്റെ പ്രധാന അടിസ്ഥാനം എന്താ? തീറ്റന്നെ. അത് മധുരപലഹാരാണെങ്കിലും പായസാണെങ്കിലും മിഠായി ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ബിരിയാണി ആണെങ്കിലും തേങ്ങാച്ചോറാണെങ്കിലും തിന്നെ എന്തേലായിട്ട് തിന്നാ മതി ഇവർക്ക്. പ്രാവശ്യം കണ്ടില്ല ഒരു നബിദിന റാലിയിൽ ഒരു മൂല്യര് ലഡു 2-3 തൊപ്പിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് ഒരു മര്യാദ ഒരു വിഷയത്തിലും ഒരു ഇതുമില്ല, ഒരു ഉളുപ്പില്ല, ഒരു ലജ്ജയില്ല. തൊപ്പിന്റെ ഉള്ളില് ലഡു. ഇത് നബിദിന റാലിയിൽ കണ്ടതാണ്. ആ തലകൊണ്ട് സമുദായത്തിനായാലും ഗുണമല്ല, ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായില്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ വഷളത്തരങ്ങളും കോമാളിത്തരങ്ങളും നിറഞ്ഞതാണ് ഇവരെ നബിദിനാഘോഷം. ഇതാണ് ഇവരെ നബിസ്നേഹം. മനസ്സിലായോ? എന്നിട്ട് സഹോദരങ്ങളെ, ഇക്കണ്ട വഷളത്തരങ്ങളും തോന്യാസങ്ങളും തെരുവ് നാടകങ്ങളും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളും ഇസ്ലാമിന് ഘടകവിരുദ്ധമായ ഓരോ കാര്യങ്ങളും നബിസ്നേഹത്തിന്റെ പേരിൽ ഇതിങ്ങനെ റോട്ടിൽ ഇങ്ങനെ കിടന്ന് കൂത്താടുമ്പോ, മതത്തിനെ പരിഹസിക്കുമ്പോ, ഓരോ തോന്യാസങ്ങൾ കാണിക്കുമ്പോ ഇവിടുത്തെ ദീനിനെ സ്നേഹിക്കുന്ന സലഫികള് ഇതിൽ മുണ്ടാൻ പാടില്ല എന്ന ചില ആൾക്കാരെ കുശുമ്പ് നമ്മളെ നിഷ്പക്ഷ നിലപാടുകാരുണ്ടല്ല അയിമക്കേരി പോയി മൂപ്പര് അഭിപ്രായം മഹത്തായ അഭിപ്രായത്തിൽ കേട്ടോളി. ഇതുപോലത്തെ ഉണക്ക മുജാഹിദുകാരെ നിങ്ങൾക്കിടയിൽ തന്നെ തീർക്കാൻ എന്തോരം സംഭവങ്ങളുണ്ട്. പിന്നെ ഈ സമൂഹത്തിൽ അല്ലാത്ത കൊള്ളരുതായ്മകൾ ഒത്തിരിയുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നബി ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ. അതിന്റെ ദിവസത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സമയത്തിന്റെ കാര്യത്തിലല്ലേ ഉള്ളു തർക്കം. ഇനി ആ ഒരു ദിവസം അവസാനത്തെ പ്രവാചകനായ ഈ പ്രവാചകന്റെ ഒരു നന്മയോ കരുണയോ ഓർത്ത് ആരെങ്കിലും നന്മ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുക. വേറെ എന്തെങ്കിലും ഉപയോഗമുള്ള കാര്യമാണെങ്കിൽ ശരിയാ. നിങ്ങൾ പറയുന്ന വേറെ എന്തെങ്കിലും അനാചാരങ്ങളോ അത്തരം കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ശരിയാ. ഇത് ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നു, അരി കൊടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അന്നത്തെ ദിവസം പാട്ടുമൊക്കെ പാടുന്നു, അല്ലെങ്കിൽ അവർ ആ പ്രവാചകന്റെ ഒരു സംഗതി ഓർക്കുന്നു, അതിന് ഇത് പൊട്ടിയൊലിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതാണ് മൂപ്പരെ പ്രശ്നം. അപ്പൊ ഉണക്ക മുജാഹിദോട് മൂപ്പര് പറയണത് ഇതുപോലത്തെ കാര്യങ്ങൾ എതിർക്കേണ്ട വല്ല കാര്യങ്ങൾക്കുണ്ടോ? വല്ല അനാചാരമൊക്കെ നടക്കണമെങ്കിൽ കുഴപ്പമില്ല. ഇതിങ്ങനെ ഇതിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കണതോ കുട്ടികൾക്ക് സമ്മാനം കൊടുക്കണതോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വിതരണം ചെയ്യണതോ നിങ്ങൾ എന്തിനാ എതിർക്കണമെന്നാ മൂപ്പര് ചോദ്യം. പൊന്നു അനിലേട്ട, ഇത് തന്നെ അനാചാരാണ്. ഇനി അനിലേട്ടാന്ന് വിളിച്ച് ദീനിന്ന് പുറത്താക്കിയെന്ന് പറയണ്ട. മുഹമ്മദ് സാറേ അങ്ങനെ വിളിക്കാല്ലേ, മുഹമ്മദ് ഖാ എന്നും വിളിക്കാല, 2 പേരുണ്ടല്ലോ മൂപ്പർക്ക്. അപ്പൊ ഇത് പറഞ്ഞ ഇതാണ് അനാചാരം. നബിദിനാഘോഷം എന്ന അനാചാരത്തിന്റെ മറവിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് ഇതിന്റെ പ്രശ്നം. ഇതിന്റെ അടിസ്ഥാനം തന്നെ അനാചാരാണ്. ഇദ്ദേഹത്തിനോട് നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാതെ ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കല്ലേ പ്ലീസ്. നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇറാനിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നത് ശരിയോ തെറ്റോ അത് ചർച്ച ചെയ്യാം. ട്രംപിന്റെ വമ്പത്തരത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി അന്താരാഷ്ട്ര കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ അന്തങ്ങൾക്ക് ഇല്ലാന്ന് കൂട്ടിക്കോള്. അതുകൂടി ഇവിടെ കേരളത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ചർച്ച ചെയ്യാണ്ട്. ഇപ്പോഴത്തെ പുതിയ കെട്ടിപ്പൊന്തിച്ച നാഷണൽ ഹൈവേ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തൂടെ? എന്തെല്ലാം ഗഹനമായ വിഷയങ്ങളുണ്ട്. ഈ റോഡ് കെട്ടിപ്പൊക്കുമ്പോൾ ഇപ്പുറത്തുള്ള പാക്കരന്റെ വീട്ടിലെ പൂവങ്കോയ്ക്ക് അപ്പുറത്തുള്ള പോക്കരന്റെ വീട്ടിലെ പിടക്കോയുമായി ഇണചേരാൻ കഴിയുമോ ഇല്ലേ? ഇതൊക്കെ ചർച്ച ചെയ്യാലോ. ഒക്കെ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ 4 ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് ആയില്ലേ? അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളെ കുറിച്ച് അറിയാതെ നിങ്ങൾ സംസാരിക്കരുത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കഴിഞ്ഞ സമയം കണ്ടെത്തി 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ ബുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ. അതൊക്കെ നിങ്ങൾ തൊട്ടടുത്ത മദ്രസകളൊക്കെ ഉണ്ട്. ആ കുട്ടികളെയൊക്കെ ഒന്നുണ്ട് കാട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വായിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞാൽ കുട്ടികൾ തരും. അതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളിങ്ങനെ ഓരോ വിഷയങ്ങളിൽ ഇങ്ങനെ ഓരോ പൊട്ടത്തരം പറഞ്ഞിട്ട് ചാനലിൽ വന്നിട്ട് ഒരു 3 ചിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വിഡിത്തം മഹത് വചനങ്ങളായി മാറുന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടോ? അപ്പൊ ആ വിഷയത്തിൽ പറയാനുള്ള ഈ വക തോന്നിയാസങ്ങളെ സലഫികൾ എതിർക്കും. നബിദിനത്തിന്റെ മറവില് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൂത്താട്ടങ്ങൾ അതിഭീകരമാണ്. അത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. മനസ്സിലാക്കിയോ? അനിൽ മുഹമ്മദ് മനസ്സിലാക്കി വെച്ചോ. ബുദ്ധി ഉണ്ടായിട്ട് കാര്യം അത് പ്രയോഗിക്കാൻ പഠിക്കണം. മനസ്സിലായോ?
എന്തെല്ലാം പേക്കൂത്തുകള്. ഇപ്പൊ കാസർഗോഡ് ജില്ലയിലെ ഇപ്രാവശ്യം ശ്രദ്ധയിൽപ്പെട്ടത് നബിദിന റാലിയുടെ ആ വളണ്ടിയർമാര് വന്നിട്ട് ക്ഷേത്രത്തിന് സല്യൂട്ട്. എടോ, എന്താണോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ബാലപാഠെന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പരിശുദ്ധ ഖുർആനിൽ ചെറിയ സൂറത്തായ സൂറത്തുൽ കാഫിറൂൻ ഒന്ന് പഠിക്ക്. ഈ മുസ്ലിയാക്കന്മാരും ഈ നബിദിനത്തിനും വേണ്ടി നബിന്റെ പേരിൽ കൂത്താടാൻ നടക്കുന്ന കൗമും ഒന്ന് പഠിക്ക്. എന്താ വിഷയം? നിങ്ങളെ ഇതുപോലത്തെ സിറ്റുവേഷൻ ആയിരുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹിയോട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾ ആരാധ്യന്മാരോട് ഇതൊന്ന് അഭിവാദ്യം ചെയ്യാ, എന്റെ ആരാധ്യന്മാരെ ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം, ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോയിക്കൂടെ, നമുക്ക് ഈ കച്ചറ ഒഴിവാക്കി കൂടെ ചോദിച്ചപ്പോഴാ പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്. നബിയെ പറയുക, കാഫിറുകളെ, നിങ്ങളുടെ ആരാധ്യന്മാരെ ഞാൻ ആരാധിക്കൂല, ഞാൻ ആരാധിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുമില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. മനസ്സിലായോ? അതാണ് ആയത്തിന്റെ അർത്ഥം. ലക്കും ദീനക്കും വലിയ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാമൻകുട്ടിക്കും രായൻകുട്ടിക്കും കിടന്ന് കൂത്താടാനുള്ള ആയത്തല്ലത്. ആദർശപരമായ, വിശ്വാസപരമായ, ആരാധനാപരമായ കാര്യങ്ങൾ വേറിട്ട് നിൽക്കാനുള്ള ആയത്താണത്. അതാണ് മുസ്ലിമിന്റെ ഐഡന്റിറ്റി. അത് പഠിപ്പിച്ച, ആ തൗഹീദിന്റെ മഹത്തായ ആശയങ്ങൾ പഠിപ്പിച്ച മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ എന്ന പേരിൽ തെരുവിൽ കിടന്ന് കൂത്താടിയിട്ട് അതിന് ഘടകവിരുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തിന് നടപ്പാക്കുക, പ്രചരിപ്പിക്കുക മതപുരോഹിതന്മാര്. സലഫികൾ അത് കണ്ടിട്ട് മുണ്ടാതിരിക്കണം അല്ലേ? എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇത് അങ്ങനെ തോന്നിയോന് കയറി ചാനൽ കിടന്നിട്ടും യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ വഷളത്തരം പറയാനുള്ള മതമല്ല ഇസ്ലാമ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു വ്യതിരക്തത ഉണ്ട്, ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട വ്യതിരക്തത ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയുമാണ്. അതിന് വിരുദ്ധമായി ആരെന്ത്, ഏത് മതപുരോഹിതൻ അവന്റെ എത്ര ഉന്നത സ്ഥാനത്തുള്ളവനായാലും എന്ത് തോന്നിയാസം കാണിച്ചാലും അതിനെതിരെ മൗനം പാലിക്കാൻ സലഫികൾക്ക് കഴിയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനമാണ്. എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം വിഗ്രഹാരാധകരുമായി കൂടിച്ചേരുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം പുലർന്നു കിട്ടാൻ വേണ്ടിയിട്ട് റസൂലുള്ള ഏതായാലും പ്രവചിച്ചതല്ലേ, അപ്പൊ നടപ്പിലാക്കാൻ ഞാൻ മോശമല്ലേ, അതും റസൂലുള്ളാഹിയുടെ ഹുബ്ബിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തതാണ് എന്ന് ഈ കൗമ് പറയാന്ന് അറിയില്ല. പറയും. അത്രത്തോളം തലക്ക് വെളിവില്ലാത്ത, തലച്ചോറില്ലാത്ത ഒരു സമുദായമാണ് ഈ സമസ്തയുടെ വാനൽ പ്രവർത്തിക്കുന്ന ഈ പുരോഹിതന്മാർ നയിക്കുന്ന സമുദായം. ഈ പുരോഹിതന്മാരെ തിരിച്ചറിഞ്ഞ് അവരകറ്റി നിർത്തിയില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തം ഇൻഷാ അല്ലാഹ് ഓരോ കൊല്ലം മീലാദിന്റെ പേരിൽ, നബി സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ഇനിയും കാണേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവസാന കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന്, എന്റെ സമുദായത്തെ ശത്രുക്കൾ വിശന്നു വലഞ്ഞവൻ ഭക്ഷണത്തളികയിലേക്ക് കൈയിട്ട് വാരുന്നത് പോലെ നാല് ഭാഗത്തു നിന്നും ആക്രമിക്കും പറഞ്ഞല്ലോ. അത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, റസൂല്, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറവായിരിക്കുമോ? അല്ല, നിങ്ങൾ കൂടുതലായിരിക്കും. പക്ഷേ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ചപ്പ് ചവറുകൾ പോലെ, ചണ്ടികൾ പോലെ ക്വാളിറ്റി ഇല്ലാത്തവരായിരിക്കും ആ കാലഘട്ടത്തിൽ എന്നാ പറഞ്ഞത്. ആ ക്വാളിറ്റി ഇല്ലാത്ത ഈ സമൂഹമാണ് ഇന്ന് ഈ നബിദിനാഘോഷത്തിന്റെ മറവിൽ റോഡുകളിൽ കിടന്ന് കൂത്താടുന്നത്. ആ സമൂഹത്തിനെ കാണാൻ വേറെ എവിടെയും തപ്പിപ്പോകണ്ട. സുഹൃത്തുക്കളെ, നിങ്ങൾ നിഷ്പക്ഷമായി സ്വന്തം മനസാക്ഷിയോട്, സ്വന്തം ഹൃദയത്തിന്റെ നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിഷ്പക്ഷമായി ചിന്തിക്കുക. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ജനവിഭാഗം റോഡിൽ കിടന്ന്, തെരുവിൽ കിടന്ന് നടത്തുന്ന ഈ കോപ്പിരാട്ടികളുണ്ടല്ലോ, ഈ കൂത്താട്ടങ്ങൾ, ഇത് റസൂലിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണോ എന്ന് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കുന്നത് നല്ലതാണ്. ഈ തമ്മാടിത്തരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത പുരോഹിത വർഗമുണ്ടല്ലോ, ആ വർഗത്തെ നിങ്ങൾ അകറ്റി നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ ഇവർ അഗാധമായ നരകത്തിലേക്ക് തള്ളിയിടും. ഇതിന്റെ ദുരന്തം സമുദായം ഇനിയും കാണേണ്ടി വരും. അത് ഓരോ വർഷത്തിലും പുതിയ രൂപത്തിലും, പുതിയ കോലത്തിലും, പുതിയ ഭാവത്തിലും ഇസ്ലാമിന് യാതൊരു പരിചയവുമില്ലാത്ത, യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ പല തോന്നിവാസങ്ങളും തെരുവിൽ നടമാടുന്നത് നാം കാണേണ്ടി വരും. അള്ളാഹു ഈ പണ്ഡിത പുരോഹിത വർഗത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഈ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.